സമൂഹത്തിന്റെ ചരിത്രം എഴുതി ചേർത്ത ആളുകൾ വില്യം കേരിയുടെ പേരെഴുതി ചേർക്കാതെ രാജാറാം മോഹൻ റോയുടെ പേരെഴുതി ചേർത്തത് ചരിത്രത്തോട് കാണിച്ചതായിരിക്കുന്ന അനീതിയാണെങ്കിലും ചരിത്രങ്ങളുടെ ചരിത്ര പുസ്തകമായ ബൈബിൾ മരുത്തിയിരിക്കുന്ന മാറ്റത്തെ ആർക്കും ഇന്നയോളം നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നവോത്ഥാനം എന്ന് പറയുന്ന കാര്യം എവിടെ ആരംഭിച്ചെന്നറിയാമോ? പറയാം. സമൂഹം ചരിത്രം തിരിച്ചറിയണം. ഓരോ ദിവസവും യേശു നടത്തുന്ന സാമൂഹിക ഇടപെടലിൽ കൂടെ മതത്തിന്റെ നാരായ വേരുകൾക്ക് കേട് സംഭവിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടുംബങ്ങളുടെ പ്രശ്നമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതം മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. തോക്കുമായിട്ട് വരുന്നതായ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ വാളും പിച്ചാത്തിയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ മാത്രമേ ഇവർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്കൊരു മതമുണ്ടെങ്കിൽ അത് ജനാധിപത്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അനുഭവത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൂടാതെ സുവിശേഷത്തെ ഒരിക്കലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അറിവുള്ള വിവരമുള്ള നല്ല ഊരും ചുണയുള്ള ചെറുപ്പക്കാര് യേശു ക്രിസ്തു നമുക്ക് തന്നതായിരിക്കുന്ന സംഭാവനകൾ, ഈ സുവിശേഷത്തിൻ്റെ ഒരു മികച്ച സംഭാവനയാണ് ഭരണഘടന. ഇന്നത്തെ ചില ആളുകൾ ഭരണഘടനയടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് ഈ വ്യഗ്രത കൊള്ളുന്നതിൻ്റെ കാരണം എന്താണെന്ന് ബുദ്ധിയുള്ളവർ ഇന്ന് രാത്രി ഗ്രഹിക്കണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാനിതനായ പാസ്റ്റർ സുനിൽ കുമാർ, IPI ഫുൾ ഗോസ്പൽ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായ പ്രിയപ്പെട്ട പാസ്റ്റർ രാജൻ അവറുകൾ, പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച പാസ്റ്റർ വിപിൻ, എൻ്റെ സഹപാഠിയും കർത്താവിൽ അനുഗ്രഹീത ശുശ്രൂഷകനുമായ പാസ്റ്റർ സുനിൽ, മാറാനാഥ വോയിസിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാർ, വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, സഭാവിശ്വാസികൾ, ദേശനിവാസികൾ, വളരെ സുന്ദരമായ നിലയിൽ ഈ ശബ്ദം ഇതിൻ്റെ പരിസരങ്ങളിൽ എത്തിക്കുന്ന മാന്യ സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, സമകാലികരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ഹൃദയ അഭിവാദനങ്ങൾ. ഈ സുവിശേഷ സംഗമത്തിൽ എന്നെ പ്രഭാഷകനായി വിളിച്ചതിൽ അതിയായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇവിടെ പരിചിതരായ പല മുഖങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുവാനായി താല്പര്യപ്പെടുന്നില്ല. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പരിസര പ്രദേശങ്ങളിലായി കഴിഞ്ഞ ചില നാളുകളായിട്ടുള്ള തുടർമാനമായുള്ള പ്രഭാഷണ പരമ്പരകൾ, അതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെയും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. മാറാനാഥ വോയിസിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ദൈവജനം സംസാരിക്കുവാൻ അവസരം എനിക്കുണ്ടായി. അന്ന് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ പരിചയപ്പെടുവാൻ സാവകാശം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സമകാലിക ലോകത്തിന് വളരെ അത്യന്താപേക്ഷികമായിരിക്കുന്ന ഒരു സന്ദേശമാണ് ഇന്നലെ രാത്രിയിലൊക്കെയായി പ്രഘോഷിക്കപ്പെടുകയും പ്രഘോഷിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക അവസ്ഥകൾ വളരെ ദയനീയപരമായ നിലകളിലാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഒരു ഭാരതപുത്രൻ എന്ന നിലയിൽ, വോട്ടവകാശമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു വസ്തുതയാണ്. അത്തരത്തിലുള്ള അരാജകത്വങ്ങളും കലുഷിതകളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് സുവിശേഷത്തിൻ്റെ വിപ്ലവങ്ങൾ തീർത്തുകൊണ്ട് ഞാനടക്കമുള്ള എൻ്റെ മുമ്പിലും പിമ്പിലും അണിനിരന്നിരിക്കുന്ന ദൈവദാസന്മാർ കേരളത്തിൻ്റെ ഒരറ്റമായ പാറശാല മുതൽ മറ്റേ അറ്റമായ കാസർഗോഡ് വരെ ഇതുപോലെ വലുതും ചെറുതുമായ നിരവധി സമ്മേളനങ്ങൾ പൊതുവിലും അപ്പോൾ തന്നെ ഹോളിൻ്റെ അകത്തളങ്ങളിലുമൊക്കെ ആയിട്ട് നടത്തി വരുന്നത്. അതിൻ്റെ ഗുണം, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഉത്തരമെല്ലാം എൻ്റെ സന്ദേശത്തിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിന് വേണ്ടി മാത്രം സമയമെടുക്കാൻ താല്പര്യപ്പെടാതെ ലഭ്യമായ സമയപരിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു പഠന വിഷയത്തിൻ്റെ ഭാഗമായ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച്
എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയിൽ അനുഗ്രഹീത വേദപണ്ഡിതനായ പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് ചരിത്രപരമായിരിക്കുന്ന വസ്തുതകളെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് സവിസ്തരമായി സംസാരിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇന്ന് ഞാനും പ്രസ്താവിക്കുന്നതായ കാര്യത്തിൻ്റെ മുമ്പോട്ടുള്ള ഗതിവിഗതികളിൽ ചരിത്രമുണ്ട്, ആനുകാലിക സംഭവങ്ങളുണ്ട്, എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യാദികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. ഇന്ന് രാത്രിയിലെ ചിന്തകൾക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ദയവായി ഒരാൾ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രിയിൽ വായിച്ച് കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ ചെറിയ വിശദീകരണം. ആ വിശദീകരണത്തിന് വേണ്ടി നാം ഇട്ടിരിക്കുന്നൊരു പേരുണ്ട്, നിർഭാഗ്യരെ ദൈവരാജ്യത്തിലാക്കുന്ന ക്രിസ്തു. നിർഭാഗ്യരെ ദൈവരാജ്യത്തിലാക്കുന്ന ക്രിസ്തു എന്ന ഒരു പഠന വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. അതിനുവേണ്ടി നമ്മൾ വായിച്ചിട്ടുള്ളത് മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ 11-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യമാണ്. അനുബന്ധമായി 5 കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. 1, ക്രിസ്തുവിൻ്റെ സാമൂഹിക ഇടപെടലുകൾ. 2, സുവിശേഷം മാനവ മൂല്യങ്ങളുടെ സമാഹാരം. 3, ദൈവരാജ്യമെന്ന നവലോകവും ആധുനിക ലോകത്തിൻ്റെ സിദ്ധാന്തവും. 4, ക്രിസ്തു സഭയും ദൈവരാജ്യവും. 5, സുവിശേഷം മാനവ വിമോചനത്തിൻ്റെ ഏകരക്ഷാ പദ്ധതി. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ ഒരുപക്ഷെ എനിക്ക് സമയം ലഭ്യമല്ലെന്ന് വരാം. ഇത് ദൈവമക്കളെ ആസ്പദമാക്കി വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുള്ളൊരു പ്രഭാഷണമല്ല. ഇതൊരു പൊതുയോഗമാകൊണ്ട് നാനാ മതത്തിലുള്ള നാനാ വിശ്വാസധാരയിലുള്ള നിരവധി ആളുകൾ വീടുകളിലും വാഹനങ്ങളിലും വഴിയോരങ്ങളിലുമൊക്കെ ഇരുന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഈ ശബ്ദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയൊലികളായിട്ട് നിരവധി സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നുണ്ട്. ഈ ശബ്ദപരിധികൾക്കുള്ളിലുള്ള ആളുകൾക്ക് ബൈബിളിനെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ആഴമേറിയൊരു ബോധമുണ്ടാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുമ്പ് കണ്ടുകൊണ്ടാണ് ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ സഹായം വളരെ സവിനയം ചോദിച്ചുകൊണ്ട് വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് വരുന്നു. 5 കാര്യങ്ങളുടെ വിശദീകരണം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും മുമ്പ് ബൈബിൾ എന്താണ് എന്തല്ല എന്നതിനെക്കുറിച്ച് ഒരു വാക്കിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ബൈബിൾ ഒരു മാർഗരേഖയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിനെ ഒരു മതഗ്രന്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ബൈബിളിനെ മുഴുവനായി നമുക്ക് മതഗ്രന്ഥമായിട്ട് ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. വിശുദ്ധ ബൈബിളിന് 2 ഭാഗമാണുള്ളത്. 1 പഴയ നിയമം, 2 പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകം ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരംഭിച്ച് മാലാഖി എന്ന് പറയുന്ന പ്രവചന ഗ്രന്ഥത്തിൽ അവസാനിക്കുമ്പോൾ ആ 39 പുസ്തകങ്ങൾ ഒരു പ്രത്യേക വർഗത്തോടുള്ള ബന്ധത്തിലുള്ള വിശദീകരണങ്ങളാണ്. ആ വർഗത്തിന് വിളിക്കുന്ന പേര് യഹൂദൻ എന്നാണ്. യഹൂദനെ സംബന്ധിച്ച് പ്രത്യേകത, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജനതയാണ്. യഹൂദനാണ് മതങ്ങളുടെ മാതാവായിട്ട് നിലകൊള്ളുന്ന വർഗമെന്ന് പറയുന്നത്. അവനിൽ കൂടെയാണ് മികച്ച രാഷ്ട്ര സംവിധാനം ഉണ്ടായിട്ടുള്ളത്, ഭരണഘടന ഉണ്ടായിട്ടുള്ളത്, ധാർമ്മികത എന്താണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ ഉൽപ്പത്തിയെല്ലാം യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൻ്റെ അവതരണങ്ങളാണ്. സംസ്കാരങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥകൾ, ഇതെല്ലാം യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ ജനതകളുടെ രാഷ്ട്ര, സാമൂഹിക, മതപശ്ചാത്തലങ്ങളുടെ വിശദീകരണമായതുകൊണ്ട് അവരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അഥവാ ബൈബിളിനെ നിങ്ങൾ മതഗ്രന്ഥമായി വിളിക്കുന്നുവെങ്കിൽ അത് പഴയ നിയമത്തിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ.
പക്ഷേ ബൈബിളിനൊരു പുതിയ നിയമത്തിൻ്റെ ഭാഗമുണ്ട്, രണ്ടാം ഭാഗം. അത് മത്തായി എന്ന് പറയുന്ന മനുഷ്യനിൽ വിരചിതമായിരിക്കുന്ന സുവിശേഷ വിശദീകരണത്തിൽ കൂടെ തുടർന്ന് യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ വെളിപ്പാട് എന്ന് പറയുന്ന പ്രവചന ഗ്രന്ഥത്തിൽ അവസാനിക്കുന്ന 27 പുസ്തകങ്ങൾ. ആ പുസ്തകം ഒരിക്കലും ഒരു മതഗ്രന്ഥമല്ല. ആ 27 പുസ്തകങ്ങൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ, പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും മധ്യസ്ഥനായി ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് നിലനിൽക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പരോക്ഷമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ വിശദീകരണം പ്രത്യക്ഷമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന പുതിയ നിയമത്തെ മതഗ്രന്ഥമായിട്ട് ഉൾപ്പെടുത്താതെ അതൊരു മാർഗത്തിൻ്റെ പുസ്തകമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. വിശുദ്ധ ബൈബിളിൻ്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന യേശുക്രിസ്തു തന്നെ തൻ്റെ മാർഗത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ആ പ്രസ്താവന, അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞതായിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ രണ്ടാം ഭാഗമായിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ പ്രഥമ ഗ്രന്ഥമായിരിക്കുന്ന മത്തായി എന്ന് പറയുന്ന സുവിശേഷത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തകൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ചിന്ത വളരെ ബൃഹത്തായിരിക്കുന്നൊരു വിഷയമാണ്. ഇന്നത്തെ ലോകം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, ഇന്നത്തെ മത ആചാര്യന്മാർ തിരിച്ചറിയേണ്ട ഒരു വിഷയം, രാഷ്ട്രീയ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സാധാരണപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ അത് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തുടർന്ന് ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ബൈബിൾ രചിക്കപ്പെട്ടത്, ഈ ബൈബിൾ ചരിത്രം ആരംഭിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണസംഘടനകൾ നിലനിന്ന കാലഘട്ടവുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ഏത് ചരിത്രം എടുത്ത് പഠിച്ചാലും തിരുവിതാംകൂർ സർക്കാരിൻ്റെ ചരിത്രത്തെ നമുക്ക് പഠിക്കാതെ കേരളത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഭാരതത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കിയാൽ ബ്രിട്ടീഷിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകൂടത്തെക്കുറിച്ചുള്ള പഠനം നടത്താതെ ഭാരതത്തിൻ്റെ പഠനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇതുപോലെ തന്നെ സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വിളംബരം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അനുഭവത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൂടാതെ സുവിശേഷത്തെ ഒരിക്കലും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. എന്താണ് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ വ്യവസ്ഥയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ സാമ്രാജ്യത്തിന് വിളിച്ച പേര് റോമൻ സാമ്രാജ്യം എന്നാണ്. അതിന് തൊട്ടുമുമ്പ് ഗ്രീസ് എന്ന് പറയുന്ന സാമ്രാജ്യം വന്നു. അതിന് തൊട്ടുമുമ്പ് മേദ്യ പേർഷ്യ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം വന്നു. അതിന് തൊട്ടുമുമ്പ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തു. സാമ്രാജ്യങ്ങളുടെ അവസാനത്തെ ലോക സാമ്രാജ്യമായി റോമൻ സാമ്രാജ്യം നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് ചരിത്രത്തിൻ്റെ തിരുമുറ്റത്തിലേക്ക് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന മനുഷ്യൻ പിറന്നു വീഴുന്നത്. അത് രാഷ്ട്രീയ പശ്ചാത്തലം. ആ രാഷ്ട്രീയ ഭരണഘടനയുടെ ഭാഗമായി മനുഷ്യമൂല്യങ്ങൾക്ക് അന്ന് യാതൊരു പ്രാധാന്യതയില്ലായിരുന്നു. തലക്കരം, തറക്കരം, പിന്നെ പറയാൻ ഞാൻ താല്പര്യപ്പെടാത്ത നിലകളിലുള്ള മറ്റു ചില കരങ്ങൾ ഒക്കെ മനുഷ്യന് മേൽ ചുമത്തിക്കൊണ്ട് ഒരു നരനായാട്ടിന്റെ ഭരണവ്യവസ്ഥകളായിരുന്നു അന്നത്തെ റോമൻ ചക്രവർത്തിമാർ ലോകത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ വരുന്ന ഒരു ഭൂപ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്ന ലോകത്തിന്റെ പുണ്യകേന്ദ്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഭൂപ്രദേശം. ഇരുമ്പ് നുകമെന്ന് പറയുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു റോമൻ സാമ്രാജ്യം ആ കാലഘട്ടത്തിൽ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചില്ല. ഒച്ചപ്പാടും ബഹളവും മറ്റു കാര്യങ്ങളൊന്നുമല്ല മനുഷ്യന് വിമോചനത്തിന് ഇന്നയോളം സമൂഹത്തിൽ പരിവർത്തിച്ചിട്ടുള്ളത്. സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സന്ദേശമാണ്. അത് ആ നിലകളിൽ എവിടെ അവതരിപ്പിക്കപ്പെടുന്നോ
അവിടെയെല്ലാം വലിയ നവോത്ഥാനങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്, നവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിവർത്തനങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നടന്ന പരിവർത്തനമാണ് 19-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ ജെ.എസ്. പാണ്ടനാട് എന്ന് പറയുന്ന ദേവദാസൻ അതിനെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. ആവർത്തന വിശദത്തിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ഭരണവ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ അതിനൊരു മറുവശമാണ് മതമണ്ഡലം. അന്നത്തെ ഏറ്റവും വലിയ മതമെന്ന് പറയുന്നത് യഹൂദ മതമാണ്. യഹൂദന്റെ ശാബത്ത് എന്ന് പറയുന്ന ജീർണിച്ച മതവ്യവസ്ഥകൾ മനുഷ്യനെ പല തട്ടുകളായിട്ട് വേർതിരിച്ചു നിർത്തിയിരിക്കുന്നു. ആലയത്തിൽ ആരാധിക്കാൻ വരുന്ന ജനത്തിന് 4 വിധത്തിലുള്ളതായിരിക്കുന്ന സ്ഥാനങ്ങളായിട്ട് മനുഷ്യനെ വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്. പുരോഹിത വൃന്ദത്തിന് ഒരു ഭാഗം, വിശ്വാസ സമൂഹത്തിലെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന സമൂഹത്തിന് ഒരു ഭാഗം, അതിന് താഴെക്കിടയിൽ വന്നതായിരിക്കുന്ന ജനത്തിന് മറ്റൊരു ഭാഗം. ഈ നിലകളിൽ ദൈവത്തെ കാണാനും ആരാധിക്കുവാനുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതം മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ചു നിർത്തിയിരിക്കുന്നു. അതിന്റെ ആഭിമുഖ്യത്തിൽ പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ മതത്തിന്റെ മുന്നറ്റ വേദികളിൽ നിന്നുകൊണ്ട് അങ്ങാടിയിൽ വന്ദനവും അരങ്ങിൽ ആരാധനയും സ്വീകരിച്ചുകൊണ്ട് റോമൻ ഗവൺമെന്റിനെ രഹസ്യമായി കൈകൊടുത്ത് ഉടമ്പടിയിൽ ഏർപ്പെട്ട് ആരാധന നടക്കേണ്ടതായിരിക്കുന്ന ആലയങ്ങൾ വാണിജ്യ കേന്ദ്രമാക്കി ആരാധനയ്ക്ക് പകരം അരാജകത്വം അഴിച്ചുവിട്ടുകൊണ്ട് സാധാരണ ജനത്തിനു മേൽ വല്ലാത്ത നിലകളിലുള്ളതായിരിക്കുന്ന ഒരു വ്യവസ്ഥകൾ സ്ഥാപിക്കുന്ന വരേണ്യവർഗത്തിന് ഇടപെടലുകളുള്ള ഒരു കാലഘട്ടം. അതിന്റെ മറ്റൊരു സാമൂഹിക വശം വേറെയുണ്ട്. അത് യവനായവൽക്കരണമാണ്. റോമൻ സാമ്രാജ്യം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പാലസ്തീനെ ഭരിച്ചുകൊണ്ടിരുന്ന യവനന്മാരായിരിക്കുന്ന ആളുകൾ അലക്സാണ്ടറിന്റെ ആഭിമുഖ്യത്തിൽ യവനായവൽക്കരണത്തിന് വേണ്ടി നടത്തിയതായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്നുള്ള യഹൂദന്റെ വിശേഷമായിരിക്കുന്ന അവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് യവനായവൽക്കരണത്തിന്റെ ഭാഗമായി അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷണരീതി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിത രീതികളെല്ലാം കടമെടുത്ത് യൂദയുടെ വിശ്വാസ സംബന്ധമായിരിക്കുന്ന അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയായ ഭരണഘടനയായ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു വല്ലാത്ത ജീവിതത്തിലേക്ക്, പരിഷ്കൃത ആധുനിക സംവിധാനത്തിലേക്ക് വരുന്ന ഒരു സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലങ്ങളും അന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് രക്ഷകനായിട്ട് അവതരിക്കുന്നത്. യഹൂദ മതമണ്ഡലിസം, അപ്പോൾ തന്നെ കൊളോണിയലിസം, സാമൂഹിക വ്യവസ്ഥയിലെ യവനായവൽക്കരണങ്ങൾ, ഇങ്ങനെ പല നിലകളിലും ജനം വീർപ്പുമുട്ടി. എന്നാൽ അതിനിടയിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജനത്തിന്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വല്ലാത്ത കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് മലമടക്കുകളിൽ, രാത്രിയുടെ യാമങ്ങളിൽ, വനാന്തരങ്ങളിൽ ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ഇടയന്മാരുടെ കർണപുടങ്ങളിൽ മനോഹരമായിരിക്കുന്ന ഒരു പാട്ടിന്റെ പല്ലവി ദൂതന്മാർ അറിയിക്കുന്നത്, സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറയുന്ന സന്ദേശം. ഇന്നയോളം ലോകത്തിൽ കേൾക്കാത്ത മഹത്തായ ഒരു സദ്വർത്തമാനമായിരുന്നു അന്ന് ഇടയന്മാർ കേട്ടത്. ആ കേട്ട വാർത്ത അവർ അപ്പോൾ തന്നെ നാട്ടിലാകെ പറഞ്ഞു പരത്തി. ഇത് ഭരണകൂടം അറിഞ്ഞു. യഹൂദ മതമണ്ഡലത്തിലെ ആചാര്യന്മാരത് തിരിച്ചറിഞ്ഞു. ആ മഹാസന്തോഷത്തിന് ഉടമസ്ഥനായിരിക്കുന്ന മനുഷ്യൻ കാലാകാലങ്ങളായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നവലോകത്തിന്റെ അധിപതിയായ മിശിഹയെ കാണുവാൻ ഭരണവർഗങ്ങളും മതത്തിലെ ആളുകളും ഓടിക്കൂടി. പക്ഷേ അവനെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. എന്നാൽ കിഴക്കിൽ നിന്ന് വരുന്നതായ, ഈജിപ്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വാനശാസ്ത്രജ്ഞന്മാർ മുഖാന്തരം ഹെരോദാവും യഹൂദയിലെ പുരോഹിത വൃന്ദങ്ങളും മശിഹ ജനിച്ചതിനെ കുറിച്ച് തിരിച്ചറിയുകയാണ്. അവൻ ജനിച്ചുവെന്ന് കേട്ട നാഴികയിൽ മതമണ്ഡലത്തിലെ പുരോഹിതന്മാരുടെ ഏപ്പിളകി അവരുടെ കാര്യങ്ങൾ നടക്കുകയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ ജനനത്തെക്കുറിച്ച് അവർ വളരെ ഭയചകിതരായെന്ന് ലൂക്കോസിന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്നത്തെ ഗവർണറായിരിക്കുന്ന നാട്ടുരാജാവായ നാടുവാഴിയായ ഹെരോദാവകട്ടെ യേശുവിനെ കണ്ടെത്തി അവനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് തന്റെ രണകിങ്കരന്മാരെ വിളിച്ചുകൂട്ടിയതും മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവരെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ട്, അവരുടെ ചിന്തകളെ അട്ടിമറിച്ചു കളഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ഗലീലയിലെ നസ്രത്തിൽ വന്ന് വളരുകയും യോർദാനിൽ സ്നാനപ്പെടുകയും അനന്തരം ഗലീലയിലെ പട്ടണമായ കാനയിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട്
30-ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തതാണ് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അത്തരത്തിലുള്ളതായ സാമൂഹിക ഇടപെടലിൽ കൂടെ മതത്തിന്റെ ജീർണിച്ച വ്യവസ്ഥകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ നശിച്ച ഭരണകൂടത്തിന്റെ വ്യവസ്ഥകളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു നവലോകത്തെ ജനത്തിനിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു തന്റെ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ജനങ്ങളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ മഹത്തായിരിക്കുന്ന ഒരു വിപ്ലവ മുദ്രാവാക്യമാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നതായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ സന്ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇടയന്മാരുടെ കർണപുടങ്ങളിൽ കേട്ടതായിരിക്കുന്ന സന്ദേശം അങ്ങനെയാണ്: സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, നിറമില്ല, വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമായിരിക്കുന്ന നിലവാരങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളില്ല. മനുഷ്യനായി പിറന്നിട്ടുള്ള സകല വ്യക്തികൾക്കും മഹാസന്തോഷത്തിന്റെ സന്ദേശങ്ങൾ പകർന്നുകൊണ്ടാണ് യേശു ക്രിസ്തു പിറന്നു വീഴുന്നത്. ആ പിറവിയുടെ സന്ദേശം ജനങ്ങൾ ഏറ്റെടുത്തു. ഇന്നും യേശുവിന്റെ ജനനം ലോക ജനങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം വരുന്നില്ല. 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിന് ഉടമസ്ഥനായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ തന്റെ മുമ്പിലുള്ളതായിരിക്കും ജനത്തോടും ഭാവി ലോകത്തോടും വിളിച്ചു പറയുന്നു: നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. റോമൻ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയാത്ത ആശ്വാസം, മതമണ്ഡലത്തിന് കൊടുക്കാൻ കഴിയാത്ത ആശ്വാസം, യവനായ വൽക്കരണത്തിൽ കൂടെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും ആശ്വാസവും യേശു ക്രിസ്തു ജനത്തിന് വിഭാവനം ചെയ്തുകൊണ്ട് പറയുകയാണ്: നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അത് തന്നെയാണ് ഇന്ന് രാത്രിയിലെ ഈ സുവിശേഷ സന്ദേശത്തിൽ കൂടെ ഈ ചെന്നിയോടെന്ന് പറയുന്നതായ പ്രദേശങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്: നിങ്ങൾ ജനിച്ച് ജീവിച്ചു വന്ന മതപശ്ചാത്തലങ്ങളിൽ, നിങ്ങൾ വിശ്വസിച്ചു വന്ന വിശ്വാസധാരകളിൽ, നിങ്ങൾ ജീവിച്ചു വന്നത് സാമൂഹിക വ്യവസ്ഥകളിൽ, നിങ്ങൾ ജനിച്ച കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതനുഭവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലാതെ നരക തുല്യമായിരിക്കും ജീവിത വ്യവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആത്മാഭിമാനത്തോടെ ചരിത്രത്തിന്റെ വ്യവസ്ഥയിൽ അനുഭവത്തിന് അടിത്തറയുന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു: വാ, യേശു ക്രിസ്തു നിനക്കത് സൗജന്യമായി നൽകി തരാൻ ഇന്ന് രാത്രിയിൽ ഈ ഗ്രാമത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് മത്തായി എന്നും മാധവനെന്നും മമ്മദനെന്നും വ്യത്യാസമില്ലാതെ ജാതി മത ഭേദമന്യേ വിശ്വസിക്കുന്നവർക്ക് ആർക്കും സൗജന്യമായി സമാധാനവും സന്തോഷം കൊടുക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് പറയുമ്പോൾ അതനുഭവിച്ച ദൈവമക്കൾ കരമടിച്ചെന്ന് രാത്രി ദൈവത്തെ ഒന്ന് സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി വഴിമാറപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാണ് യേശു ക്രിസ്തു ഈ പ്രസ്താവന പറഞ്ഞതിൻ്റെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അനുബന്ധമായി പറഞ്ഞ 5 കാര്യങ്ങളുടെ 1-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്: യേശു ക്രിസ്തുവിൻ്റെ സാമൂഹികപരമായ ഇടപെടലുകൾ. നമുക്കറിയാം, അന്ന് ജനത്തിനിടയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമസ്ത ജനങ്ങളുടെയും പ്രശ്നത്തിന് പരിഹാരം വരുത്തത്തക്ക നിലകളിലുള്ള ഒരു പ്രവർത്തനങ്ങളും റോമൻ ഗവൺമെന്റ് ആകട്ടെ, യഹൂദ മത ആചാര്യന്മാരാകട്ടെ, യവനായ വൽക്കരണത്തിൻ്റെ സാംസ്കാരിക നേതാക്കന്മാരാകട്ടെ, ദേശീയതയ്ക്ക് വേണ്ടി മത പശ്ചാത്തലത്തിലുള്ള ഒരു ഭരണ സംവിധാനം വരുവാൻ വേണ്ടി നടത്തുന്ന വിപ്ലവത്തിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ആളുകളായ മക്കാബിയരാകട്ടെ, ഇവരൊന്നും ചെയ്യാത്തൊരു കാര്യം യേശു ക്രിസ്തു ചെയ്യുകയാണ്. അതെന്തായിരുന്നു? അവൻ ചുങ്കക്കാരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, വേശ്യമാരുമായിട്ട് സംസാരിക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, അനാഥരെ അവൻ ചേർത്ത് പിടിക്കുന്നു, കുഞ്ഞുങ്ങളെ അവൻ സ്നേഹിക്കുന്നു, മരിച്ചവനെ അവൻ ഉയിർപ്പിക്കുന്നു, വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുന്നു, കടലിന്റെ അലകളിൽ കൂടെ നടന്നുകൊണ്ട് തൻ്റെ ദൈവത്വത്തെ അവൻ വെളിപ്പെടുത്തുന്നു, ഭൂതബാധതയാൽ മാനസിക രോഗത്തിലേക്ക് വഴിമാറ്റപ്പെട്ടതായിരിക്കുന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി സുബോധമുള്ളവനാക്കി തീർക്കുന്നു, പീഡിതരെ അവൻ സ്വതന്ത്രരായി വിട്ടയക്കുന്നു, ബദ്ധന്മാരെ അവൻ അഴിച്ചുവിടുന്നു, കുരുട്ട് കണ്ണുകൾ ഉള്ളതായിരിക്കുന്ന ആളുകളുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മാറ്റിയെടുക്കത്തക്ക നിലകളിൽ അവരെ നവോത്ഥാനത്തിന് നവീകരണത്തിന് അനുഭവത്തിലേക്ക് യേശു കർത്താവ് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ ദിവസവും യേശു നടത്തുന്ന സാമൂഹിക ഇടപെടലിൽ കൂടെ മതത്തിന്റെ നാരായ വേരുകൾക്ക് കേട് സംഭവിക്കുകയാണ്. ഉടനെ
മതപശ്ചാത്തലത്തിലുള്ള ആളുകൾ ഇരുട്ടിന്റെ മറവിൽ ഗൂഢാലോചന നടത്തി. അവരിന്റെ പ്രതിനിധിയായിരിക്കുന്ന മഹാപുരോഹിതനെ കയ്യഭാവ് പറയുന്നു, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഈ നിലകളിൽ അവനെ അഴിച്ചുവിട്ടാൽ, ഈ നിലകളിൽ അവൻ സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ മുഴുവൻ അവന്റെ കൂട്ടത്തിലേക്ക് ആയിപ്പോകും. ഇന്ന് സുവിശേഷവും ക്രൈസ്തവതയും ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആക്രമങ്ങൾ ഒരു തുടർക്കഥയായി തീരുന്ന നിലകളിലേക്ക് ഇന്നത്തെ അവസ്ഥകൾ എത്തപ്പെട്ടു നിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ പോലുള്ളതായിരിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും അവരുടെ ജീവിതത്തിന്റെ സമസ്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി, നശിക്കുന്ന ജനത്തിന് വിമോചനത്തിന് വേണ്ടി ആ ഗ്രാമങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളുകളുടെ വീടുകൾ വളഞ്ഞിട്ട് അവരെ കത്തികൊണ്ട് കുത്തുകയും പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയും അവരുടെ വാഹനങ്ങളും പള്ളികളും തച്ചുടയ്ക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന സംഭവങ്ങൾ മീഡിയ വഴി നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള നരാധമത്വത്തിന്റെ അഴിഞ്ഞാട്ടം നടത്തുവാനുള്ള കാരണം? അവർക്കറിയാം ഈ നിലകളിൽ ഇത്തരത്തിൽ ആളുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നിന്നും ആളുകൾ ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്ന്. എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുണ്ട്. ജനം അറിവ് പ്രാപിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രസ്താവനയിൽ മത്തായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് പറയുന്നത്. സുവിശേഷം ലോകത്തിന് വിഭാവനം ചെയ്യുന്ന മഹത്തായിരിക്കുന്ന ഒരു കാര്യം കെട്ടിപ്പൊക്കിയ വൻമാളികകളും ശീതീകരിച്ച കാറുകളും കൃഷിയിടങ്ങളും കെട്ടുകണക്കിന് നോട്ടുകെട്ടുകളൊന്നുമല്ല, മറിച്ച് അന്ധവിശ്വാസങ്ങളില്ലാത്ത, അനാചാരങ്ങളില്ലാത്ത, മനുഷ്യത്വപരമായ മാനവ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമുള്ള ഒരു മികച്ച സാമൂഹിക ജീവിതമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സമൂഹത്തിന് എന്നും സംഭാവന ചെയ്തിട്ടുള്ളത്. അതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ലോകത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന്റെ തുടക്കമായിരുന്നു പാലസ്തീനിൽ കർത്താവ് ചെയ്തിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തു നടത്തുന്ന സാമൂഹിക ഇടപെടലിന്റെ ഒരു വാക്യം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 4:18 നാം എങ്ങനെയാണ് വായിക്കുന്നത്? ബദ്ധന്മാരെ അഴിച്ചുവിടുക, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുക, കുരുടർക്ക് കാഴ്ച കൊടുക്കുക. ആരാണ് ആ കുരുടർ? ആരാണ് ബദ്ധന്മാർ? ആരാണ് ആ പീഡിതർ? ഞങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് സുഹൃത്തെ. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ചരിത്രം ഇന്ന് രാത്രി താങ്കൾക്കും ഒരു വിമോചനമായി ഇവിടെ പരിവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. ആരാണ് ബദ്ധന്മാർ? മതത്തിന്റെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തടവിൽ കിടക്കുന്ന, അടിമത്തത്തിൽ കിടക്കുന്ന ആളുകളെയാണ് ബദ്ധന്മാർ എന്ന് വിളിച്ചിട്ടുള്ളത്. ആരാണ് പീഡിതന്മാർ? ഇതേ അവസ്ഥകളിൽ തന്നെ അറിവില്ലാത്ത ജനങ്ങളിൽ മേൽ നടത്തുന്ന അടിമത്ത വ്യവസ്ഥകളുടെ വ്യാപാര ശൃംഖലകളെയാണ് പീഡിതന്മാർ എന്നതായിരിക്കുന്ന പേരോടുകൂടി ഈ സുവിശേഷകനായിരിക്കും ലൂക്കോസ് അവിടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? അറിവില്ലായ്മയല്ലേ നമ്മുടെ നാട്ടിലെ ആളുകളെ ബ്രിട്ടീഷുകാർ വന്ന് ചൂഷണം ചെയ്തത്? അറിവുണ്ടായിരുന്നുവെങ്കിൽ, ആശയമുണ്ടായിരുന്നുവെങ്കിൽ, അക്ഷരമുണ്ടായിരുന്നുവെങ്കിൽ, പട്ടും പരുത്തിയും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ധനസമൃദ്ധമാക്കപ്പെട്ടതായ നമ്മുടെ നാട്ടിലെ ആ അവസ്ഥകൾ അവർ കവർന്നെടുക്കുകയില്ലായിരുന്നു. നമ്മുടെ രാജ്യത്തെ അവർ അടിമകളാക്കുകയില്ലായിരുന്നു. പക്ഷേ സുവിശേഷകന്മാർ നമ്മുടെ നാട്ടിൽ വന്ന വിദ്യാഭ്യാസം നമ്മുടെ ആളുകൾക്ക് കൊടുത്തപ്പോൾ അവർ അറിവിലേക്ക് വന്നു. അറിവരവരെ പ്രബുദ്ധരാക്കി. ആശയങ്ങൾക്ക് അവർക്ക് ധാരാളം ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യമുണ്ടായി. അങ്ങനെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കാര പദ്ധതിയിൽ കൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തെ ഈ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റത്തക്ക നിലകളിൽ ഈ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭരണഘടനയുള്ള മതേതരത്വമുള്ള ഒരു രാജ്യമെന്ന അവസ്ഥകളിലേക്ക് മാറ്റപ്പെടുവാനും സുവിശേഷം നമ്മുടെ നാട്ടിൽ പരിവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഇതിനെ തിരുത്താൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തിരുവനന്തപുരം പട്ടണമടക്കമുള്ള നിരവധി പട്ടണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമൂഹം ചരിത്രം തിരിച്ചറിയണം. ചരിത്രത്തെ നിങ്ങൾ മണ്ണിട്ട് മഷിയിട്ട് മറച്ചുകൊണ്ട് ഒരു വല്ലാത്ത പ്രാകൃതമായിരിക്കുന്ന അനുഭവത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യത്തെ മടക്കിക്കൊണ്ടുപോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇല്ലവേ ഇല്ല, ആ കാര്യങ്ങൾ ഇനി നടക്കുകയില്ല. സുവിശേഷം സമൂഹത്തിന് വരുത്തിയ മാറ്റങ്ങൾ ഇനിയും ഒരു തുടർക്കഥയായി ഇവിടെ പരിലസിക്കും, പരിവർത്തിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ സാമൂഹികപരമായിരിക്കുന്ന ഇടപെടലുകൾ, അത്തരത്തിൽ ഇടപെടലുകളിന്റെ ഒരു ആദ്യത്തെ പടി എന്ന വണ്ണം യേശു നേരെ പോയത് ഗലീല എന്ന് പറയുന്ന ജില്ലയിലെ കാനാവ് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിലേക്കാണ്. അവിടെ ആരാണ്?
അവിടെ യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയം, അവളുടെ സഹോദരിയായിരിക്കുന്ന ശലോമ, ശലോമയുടെ മകനായിരിക്കുന്ന യോഹന്നാൻ, സുവിശേഷവും വെളിപ്പാടും ലേഖനവും എഴുതിയതായിരിക്കുന്ന യോഹന്നാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, അയാളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മ അടക്കമുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിരുന്നു. യേശുവും അവിടെ ചെന്നിരുന്നു. ആ കല്യാണത്തിൽ നടക്കുന്ന ഒരു വലിയ ദുരന്തം അവിടെ യേശുവിൻ്റെ പ്രവർത്തനത്തിന് ആദ്യത്തെ വേദിയായി തീരുകയാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടാണ് യേശു ആദ്യം സാമൂഹ്യപരമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നത്. മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കാം. കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് യേശു സാമൂഹികമായിരിക്കുന്ന നവോത്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടുംബങ്ങളുടെ പ്രശ്നമാണ്. കുടുംബത്തിലില്ലാത്തതായിരിക്കുന്ന സമാധാനങ്ങളാണ് സമൂഹത്തിലേക്കൊരു ക്യാൻസർ പോലെ പടർന്നു പന്തലിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമ്മയപ്പന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അമ്മയപ്പന്മാരും മക്കളും മരുമക്കളും അമ്മായിയമ്മയും തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ അത് സമൂഹത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തെ മുച്ചോടെ മുടിച്ചു കളഞ്ഞ് ആത്മഹത്യ, അപകടം, കൊലപാതകം, പിടിച്ചുപറി, മോഷണം, അതിക്രമം, അങ്ങനെ തുടങ്ങുന്ന നിർബാധമായിരിക്കുന്ന അഴിഞ്ഞാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ തുടർക്കഥയായി തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം നന്നാകണമെങ്കിൽ, നമ്മുടെ രാജ്യം നന്നാകണമെങ്കിൽ കുടുംബങ്ങളാണ് നന്നാകേണ്ടത്. കുടുംബങ്ങൾ നന്നാകണമെങ്കിൽ കുടുംബത്തിലെ വ്യക്തികളാണ് നന്നാകേണ്ടത്. യേശു ക്രിസ്തു സാമൂഹ്യപരമായിരിക്കുന്ന ഒരു ഇടപെടലുകൾ കാനായിലെ കല്യാണത്തിൽ നടത്തുമ്പോൾ ആദ്യമായിട്ട് അവൻ ചെയ്യുന്നത് കാനായിലെ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുകയായിരുന്നു. എന്തായിരുന്നു ആ കാനായിലെ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? ഒരു നാണക്കേടിൻ്റെ സംഭവമാണ്. രണ്ട് കുഞ്ഞുങ്ങൾ വിവാഹത്തിൽ കൂടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ആ കാലെടുത്ത് വെക്കുന്ന തുടക്കത്തിന് മുഹൂർത്തത്തിൽ തന്നെ വീട്ടിൽ നാണക്കേടിൻ്റെ അനുഭവമുള്ള നിലകളിൽ ശൂന്യതകൾ തളം കെട്ടി നിൽക്കുന്നു. യഹൂദന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന്റെ വിവാഹത്തിനോളം വരുന്നതായിരിക്കുന്ന വല്ലൊരു സാമൂഹ്യമായിരിക്കുന്ന ആചാരം പിന്നെ വേറെയൊന്നുമില്ല. പിന്നീടുള്ളത് അവന്റെ മതപരമായിരിക്കുന്ന ആചാരങ്ങൾ മാത്രമാണ്. വിവാഹത്തെ സംബന്ധിച്ച് യഹൂദന്റെ നാട്ടിലെ ഒരു ആഘോഷം തന്നെയോട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മികച്ച വീഞ്ഞു കുടിക്കുക, നല്ല ആഹാരം കഴിക്കുക എന്നുള്ളത്. വീഞ്ഞില്ലാത്ത ഒരു വിരുന്നിനെ കുറിച്ച് യഹൂദനെ ചിന്തിപ്പാൻ കഴിയുന്നില്ല. വളരെ തികച്ചും യാദൃശികമായിട്ട് നടന്ന ഒരു സംഭവമല്ലാതെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി കൂടിയാലോചിച്ച് എത്ര പേരെ വിവാഹത്തിന് വിളിക്കണം, ആരെല്ലാം വരണം, അവർക്ക് എന്തെല്ലാം കൊടുക്കണമെന്നുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടും എല്ലാ പദ്ധതികളും തകർന്നടിഞ്ഞ് തകടം മറിഞ്ഞ് നാണക്കേടിൻ്റെ അവസ്ഥകളിലേക്ക് എത്തപ്പെട്ട ചരിത്രമാണ് കാനായിലെ കല്യാണത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിൽ ഈ ശബ്ദശ്രവണ സീമകൾക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന ചില കുടുംബത്തിനകത്തലങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നിനക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, സ്വാധീനമുണ്ട്, കഴിവുണ്ട്, പക്ഷേ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളല്ല കുടുംബത്തിനകത്തളങ്ങളിൽ നടക്കുന്നത്. നീ ചിന്തിക്കാത്തത്, പ്രതീക്ഷിക്കാത്തത്, ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്തളങ്ങളിൽ നടക്കുമ്പോൾ അതിനെ പരിഹരിക്കാൻ നീ ഷോർട്ട് കട്ട് ചാടുകയാണ്. പണം മുടക്കുന്നു, മന്ത്രവാദികളെ വിളിക്കുന്നു, നേർച്ചകാഴ്ചകൾ നടത്തുന്നു, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്നു, മരുന്ന് കുടിക്കുന്നു, മറ്റു മാധ്യമങ്ങളിൽ ആശ്രയിക്കുന്നു. ദീർഘവർഷങ്ങളായി ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടർമാനമായി ചെയ്തിട്ടും നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ ശൂന്യതകളെ അകറ്റാൻ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റാൻ, നിന്റെ നാണക്കേടിനെ ഇല്ലാതാക്കുവാൻ, നിന്റെ പരാജയങ്ങളെ വിജയമാക്കി തീർക്കാൻ ഞാൻ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിന് കഴിയും. സുഹൃത്തെ, തകർന്നുപോയ ലക്ഷോപലക്ഷം കുടുംബങ്ങളെ പടുത്തുയർത്തിക്കൊണ്ട് പരാജയത്തിന്റെ പടുക്കുഴി രക്ഷപ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ മാന്യതയുള്ള അവസ്ഥകളിലേക്ക് കൊണ്ടുവരുവാൻ ചരിത്രത്തിൽ പരിവർത്തിച്ചിട്ടുള്ള പ്രത്യാശാസ്ത്രം ഒന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ്. അത് തിരിച്ചറിയ ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. എത്രയെത്ര കുടുംബങ്ങളുടെ ചരിത്രം അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കുണ്ട്. ഇതിനുള്ളിൽ വന്നിരിക്കുന്ന പല ആളുകളിലും ഏറിയ പങ്ക് ആളുകൾക്കും പറയാൻ കഴിയും, എൻ്റെ അച്ഛൻ ഒരു മുഴുക്കുടിയനായിരുന്നു, എൻ്റെ മകൻ ഒരു മുഴുക്കുടിയനായിരുന്നു, അല്ലെങ്കിൽ മറ്റ് നിലകളിലൊക്കെ പരാജയത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയവരായിരുന്നു. പല വഴികൾ ഞങ്ങൾ തേടി, പക്ഷേ ഒരു വഴിയും ഞങ്ങൾക്ക് രക്ഷയായി പരിണമിക്കപ്പെട്ടില്ല. ഒടുവിൽ യേശുവിൻ്റെ സുവിശേഷം ഞങ്ങളുടെ വീട്ടിലെത്തി. അത് സ്വീകരിച്ചപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായത്.
അർത്ഥമുണ്ടായത്. നമ്മുടെ കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി സാമൂഹികപരമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുകയാണ്. പിന്നീട് അദ്ദേഹം കടൽക്കരയിലേക്ക് പോയി മുക്കുവന്മാരുടെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ രാവ് മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു നാണയത്തുട്ടിന് പോലുമുള്ള ഒരു മത്സ്യത്തെ കിട്ടാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്നതായ പത്രോസ് അടക്കമുള്ളതായ മനുഷ്യരെ അദ്ദേഹം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും യേശു ആരെയും മാറ്റി നിർത്തിയിരുന്നില്ല. വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, സന്തോഷമില്ലാത്ത, ദുരിതം അനുഭവിക്കുന്ന സകല ജനത്തിനിടയിലേക്കും യേശു ക്രിസ്തു സ്നേഹത്തിന്റെ സന്ദേശമായിട്ട് കടന്നു ചെന്നു. അങ്ങനെ കടന്നു ചെന്നപ്പോൾ ആയിരങ്ങൾ യേശുവിന് പിന്നാലെ അണിനിരക്കുവാൻ തുടങ്ങി. ക്രൈസ്തവതയുടെ ചരിത്രങ്ങൾ പഠിച്ചു നോക്കിയാൽ ക്രൈസ്തവ ചരിത്രത്തിന്റെ ഇടവഴികളിൽ മുഴുവൻ വീണുണങ്ങിയിട്ടുള്ളത് മനുഷ്യന്റെ ചോരകൾ മാത്രമാണ്. ആ ചോരകളുടെ ഉണങ്ങിപ്പരന്ന ആ ഓർമ്മകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ക്രൈസ്തവത ഇത്രയധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ടും ഉപദ്രവിക്കപ്പെട്ടിട്ടും ലക്ഷോപലക്ഷം ആളുകൾ ക്രിസ്തു നിമിത്തം ഈ മണ്ണിൽ വെച്ച് മുറിവേൽക്കപ്പെട്ടവരായി മണ്ണിന്റെ അടിയിലേക്കും കാലയവനുകളിലേക്കും മാറ്റപ്പെട്ടിട്ടും ക്രൈസ്തവതയ്ക്ക് ഒരു കോട്ടവും വരാതെ ചരിത്രത്തിലേക്ക് ഒരു കാട്ടുതീനിയായി ഇന്നും അത് പടർന്നു പന്തലിക്കാൻ കാരണം ക്രൈസ്തവതയുടെ കേന്ദ്രമെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയാണ്. ക്രൈസ്തവതയുടെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് സ്നേഹമെന്ന് പറയുന്ന അതുല്യമായിരിക്കുന്ന വികാരമാണ്. വാളിന്റെ വായ്ത്തലയില്ലാതെ, ലൈസവും നളന്തയും തക്ഷശിലയും പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ വലിയ കൂട്ടങ്ങളില്ലാതെ, ആയുധ പരിശീലനമുള്ളതായിരിക്കുന്ന അണിയാളുകളില്ലാതെ അധ്വാനിക്കുകയും ഭാരഞ്ഞുക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവരെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിന് അധിപനായ യേശു ക്രിസ്തു സ്ഥാപിച്ച അതേ മാർഗം ഇന്നും രാഷ്ട്രത്തിൽ പറന്നു പന്തലിക്കുകയാണ് സുഹൃത്തെ. ഇതിനെതിരെ നിങ്ങൾ വാളുയർത്തിയാൽ, ഇതിനെതിരെ നിങ്ങൾ തോക്കും കുടലുകൾ നീട്ടിയാൽ, ഇതിനെതിരെ നിങ്ങൾ ആയുധങ്ങളുടെ അടരാട്ടങ്ങൾ നടത്തിയാൽ നിന്നു പോകുന്ന മാർഗമല്ല ക്രൈസ്തവത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമവും ഉലകത്തിൽ ശേഷിക്കുന്നില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. സുഹൃത്തെ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ യേശുവിനെ തിരിച്ചറിയൂ, നിന്റെ ജീവിതം അർത്ഥപൂർണമാകും, അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുവാൻ ഈ വേദിയെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഒരു മികച്ച സാമൂഹ്യപരമായിരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ സാമൂഹ്യപരമായിരിക്കുന്ന ഇടപെടലുകൾ നമ്മളെ പഠിപ്പിക്കുന്ന മഹത്തായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മാനവികത എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു സമൂഹത്തിലെ എല്ലാ ആളുകളോടും ഇടപെടുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരുവൻ ഇന്നയോടെ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണത്. യേശു ക്രിസ്തു മാത്രമാണത്. യേശു ക്രിസ്തു മാത്രമാണത്. ശമരിയാക്കാരി ജാതിയിൽ കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു. ക്രൂശിക്കിടന്ന കള്ളൻ ജീവിതത്തിന്റെ ഏത് അപശ്രുതികൾക്ക് മുമ്പിൽ താളപ്പിഴകൾ സംഭവിക്കപ്പെട്ടിട്ട് തെറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഗവൺമെന്റ് അവനെ നിയമത്തിന്റെ അവസ്ഥകളിൽ അവനെ ശിക്ഷിച്ചു. പക്ഷെ യേശു അവനെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, യേശു അവനെ രക്ഷിക്കുകയാണ് ചെയ്തത്. ചുങ്കക്കാരും പാപികളും വേശ്യമാരും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ തള്ളപ്പെട്ടവരാണ്. എല്ലാവരും മറച്ചും വെറുപ്പോടും കൂടി നോക്കിയിരുന്ന ആ കൂട്ടത്തിലുള്ള ആളുകളെ യേശു നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, മറിയ ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അങ്ങനെ എത്രയെത്ര ആളുകളുടെ ചരിത്രങ്ങൾ. കുഷ്ഠരോഗം പോലെയുള്ള മാറാരോഗങ്ങൾ പിടിക്കപ്പെട്ടതായ സമൂഹത്തെ ഈ സമൂഹം വലിച്ചെറിഞ്ഞിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ കുഷ്ഠരോഗികൾ അടുക്കിലേക്ക് യേശു ഇറങ്ങിച്ചെന്നിട്ട് അവനെ കർത്താവ് സൗഖ്യമാക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനാഥരാക്കപ്പെട്ട, ആലംബഹീനരാക്കപ്പെട്ട ഒട്ടനവധി ആളുകൾ യേശുവിന്റെ അടുക്കൽ വന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വഴിയരികിൽ നിന്ന് നിലവിളിക്കുന്ന തിമായിയുടെ മകനായിരിക്കുന്ന മെർത്തിമായിയെ പോലെ ആയിരക്കണക്കിന് കുരുടന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. തന്റെ അടുക്കൽ വന്ന ഒരു കുരുടനും പിന്നീട് അന്ധനായി പോകേണ്ട ഗതികേട് വന്നിട്ടില്ല. അവൻ കാഴ്ച പ്രാപിച്ചവനെ മടങ്ങിപ്പോയ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പോലും കൊലപാതക പരമ്പരകൾ കൊണ്ട് ജയിലറയ്ക്കുള്ളിൽ ശിക്ഷാവിധിയിൽ അറകപ്പെട്ട് കിടക്കുന്ന ബറബാസിനെ പോലുള്ളതായിരിക്കുന്ന ആളുകൾ പോലും യേശു ക്രിസ്തുവിൽ കൂടെ വിമോചനം പ്രാപിച്ച ചരിത്രം ഈ വിശുദ്ധ ബൈബിൾ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഗദര പോലെയുള്ള ഭൂപ്രദേശങ്ങളിൽ മാനസിക രോഗത്തിൽ പിടിക്കപ്പെട്ടിട്ട് ജീവിതത്തിന്റെ നിറവും സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് ഉടുതുണി പോലും നഷ്ടപ്പെടുത്തി സ്വന്തം ശരീരത്തെ ഉപദ്രവിച്ചും
രാപ്പകൽ നിലവിളിച്ചും കല്ലറകളിൽ ജീവിച്ചിരുന്നതായ മാനസിക രോഗിയായ ഭൂതബാധിതനായ മനുഷ്യനെ സുബോധമുള്ളവനാക്കി തീർത്ത ചരിത്രവും യേശുവിന്റെ ചരിത്രത്തിലുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തിയ ഒരാചാര്യന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുമ്പോൾ ഇല്ലവേ ഇല്ല. അങ്ങനെ ഒരുവൻ ഇന്നയോളം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഒരുവൻ ഉണ്ടെങ്കിൽ അത് നസ്രത്തുകാരനായ യേശു ക്രിസ്തു മാത്രം. കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സാമൂഹികപരമായ ഇടപെടലുകൾ, യേശു ക്രിസ്തുവിന്റെ സാമൂഹികപരമായിരിക്കുന്ന ഇടപെടലിൻ്റെ ഒരു ഭാഗമാണ് 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ നടന്നത്. 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം 2023 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനിൽ നടന്ന കാര്യമാണ്. പാലസ്തീനൊക്കെ അങ്ങ് വിട്ടേര്, നമ്മുടെ കേരളത്തിലേക്ക് നമുക്ക് വരാം, നമ്മുടെ ഭാരതത്തിലേക്ക് നമുക്ക് വരാം. 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു നൂറ്റാണ്ട് നമുക്കുണ്ടായിരുന്നു. അന്നിവിടെ തിരുവിതാംകൂർ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 3 ജില്ലകൾ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. ഈ നിലകളിൽ നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ അന്ന് ഭാരതത്തിൽ ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. 510-ലധികം നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഇവരെയെല്ലാം പണം കൊടുത്ത് കൈക്കലാക്കിക്കൊണ്ടാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിലെ ധനവും പരുത്തിയും പട്ടുമൊക്കെ കവർന്നുകൊണ്ട് പോകാനായി വ്യാപാരികളുടെ വേഷത്തിൽ വന്ന് നമ്മുടെ മണ്ണിനെ അടിമയാക്കി ദീർഘവർഷങ്ങൾ ഭരിച്ചത്. അത് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരുടെ കഴിവുകേടാണ്. തോക്കുമായിട്ട് വരുന്നതായ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ വാളും പിച്ചാത്തിയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ മാത്രമേ ഇവർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. വാളിനും പിച്ചാത്തിക്കും പരിചയ്ക്കും അമ്പിനും വില്ലിനുമൊന്നും ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് മുമ്പിൽ അവർ പഞ്ചപുച്ഛമടക്കി രാജ്യങ്ങൾ വിട്ടുകൊടുത്തു, ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അങ്ങനെ 1800 കാലഘട്ടങ്ങളിൽ ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണം നടത്തി. അത് കേരളത്തിലേക്ക് വ്യാപിച്ചു. ഇവിടെ തിരുവിതാംകൂറും കൊച്ചിയും കേന്ദ്രീകരിച്ചുകൊണ്ട്, കൊല്ലവുമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണങ്ങൾ നടത്തി. ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ജാതി മത വ്യത്യാസ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ചിരിക്കുന്നു. ചാന്നാർ ലഹള എന്ന് പറയുന്ന ലഹളയെക്കുറിച്ച് നമ്മുടെ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പാറശാലയ്ക്ക് അപ്പുറമുള്ള മാർത്താണ്ഡത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. മാറുമറയ്ക്കാൻ അന്ന് ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. ഈ നാട്ടിൽ ധാരാളം അടിമക്കച്ചവടം നടന്നിരുന്നുവല്ലോ. നാണയത്തുട്ടുകൾ പൊക്കി എറിഞ്ഞിട്ട് പാടത്തും പറമ്പിലും പണിയെടുക്കാൻ വേണ്ടി മനുഷ്യരെ പച്ചയ്ക്ക് അടിമകളായി വിറ്റിരുന്ന ഒരു കാലഘട്ടം ആ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. വസൂരിയും പ്ലേഗും കുഷ്ഠരോഗവും പോലെയുള്ള മാറാരോഗങ്ങൾ പിടിക്കപ്പെട്ടാൽ, അങ്ങനെയുള്ള രോഗം വന്നാൽ ദുർദേവത പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കും ആ രോഗികളെ, ഇല്ലെങ്കിൽ കാട്ടിലേക്ക് കൂട്ടത്തോടെ പറഞ്ഞയക്കും. അതുമല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരു വീടിനുള്ളിലാക്കിയിട്ട് പൂട്ടിയിടും. അവിടെ കിടന്ന് അവർ നരകിച്ച് ചാകും. ഇതായിരുന്നു അന്നത്തെ ആളുകൾ ഇത്തരത്തിൽ രോഗികൾക്ക് വേണ്ടി ചെയ്തിരുന്നതായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അന്ന് ടാറിട്ട റോഡ് ഇവിടെ ഇല്ലായിരുന്നല്ലോ, യന്ത്രവൽകൃത സംവിധാനങ്ങൾ ഇവിടെ ഇല്ലല്ലോ, ആശയങ്ങൾ വിളംബരം ചെയ്യാൻ, ആശയ ആവിഷ്കാരങ്ങൾ നടത്താൻ അക്ഷരത്തിൻ്റെ പഠന മികവുകളില്ലായിരുന്നല്ലോ. ആശയമില്ലാത്തത് കൊണ്ട്, അക്ഷരമില്ലാത്തത് കൊണ്ട് അറിവില്ലായിരുന്നു. അറിവില്ലാത്തത് കൊണ്ടായിരുന്നു ജനമെല്ലാം അടിമത്തത്തിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരുന്നത്. ആ അടിമത്തം മാറാനുള്ള മുഖാന്തരമായി തീരുന്ന അക്ഷരങ്ങളായിരുന്നു. അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പള്ളിക്കൂടങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്ക് തന്നെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിമക്കച്ചവടം ഇല്ലാതാക്കിയത്, പള്ളിക്കൂടങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, യന്ത്രവൽകൃത ഫാക്ടറി സംവിധാനങ്ങളുടെ തൊഴിലിടങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, ശീതീകരിച്ചതായിരിക്കുന്ന വീടുകൾ കൊണ്ടുവന്നത്, നല്ല ഡാമുകളും ടാറിട്ട റോഡുകളും കലുങ്കുകളും കൊണ്ടുവന്നത്, അങ്ങനെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നത്, ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടുവന്നത്, സർജറിക്കുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നത്, ഓപ്പറേഷൻ സംവിധാനങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചത്. എന്തിനേറെ പറയുന്നു, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനുള്ള മികച്ച വസ്ത്രം കൊണ്ടുവന്നത് ആരാ? പറ. ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർ, ഇന്നത്തെ ഭരണകൂടം പറ, ഇവിടുത്തെ മത ആചാര്യന്മാർ പറ. നിങ്ങൾക്കെല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: സുവിശേഷമാണ് ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ചത്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. എന്താണ് സുവിശേഷം അങ്ങനെ നമ്മുടെ ഭാരതത്തിന്റെ മുഖച്ഛായകൾക്ക് വ്യത്യാസം വരുത്തിയത്?
അത് യേശു ക്രിസ്തു പാലസ്തീനിൽ തുടങ്ങി വെച്ചതായിരിക്കുന്ന നവോത്ഥാനമായിരുന്നു. ഈ നവോത്ഥാനം എന്ന് പറയുന്ന കാര്യം എവിടെ ആരംഭിച്ചെന്നറിയാമോ? പറയാം. ഇറ്റലിയിൽ 16-ാം നൂറ്റാണ്ടിൽ പെട്രാർക്ക് ദാന്ത എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിൽ കൂടെ ആവിർഭവിക്കപ്പെട്ട കലാ കായിക സാഹിത്യ മേഖലകളിലെ ഒരു കുതിച്ചുചാട്ടമാണ് നവോത്ഥാനം. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ നവോത്ഥാനം മതമണ്ഡലത്തിലേക്ക് കത്തിപ്പടർന്നു. അന്ന് യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടിരുന്നത് കത്തോലിക്ക സമുദായത്തിലുള്ള പുരോഹിതന്മാരാണ്. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണപ്പെട്ട തൊഴിലാളി വർഗങ്ങൾ എന്ന് പറയുന്നതായ തട്ടുകളെ വേർതിരിച്ചുകൊണ്ട് ഫ്രാൻസ് പോലെയുള്ള, റഷ്യ പോലെയുള്ള യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ ഭരണത്തിന്റെ അഴിഞ്ഞാട്ടങ്ങൾ നടക്കുകയാണ്. അത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ നടന്നതായിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ സമരമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ എഴുതി ചേർക്കാൻ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളും അത്തരത്തിലുള്ള ആ പൗരോഹിത്യ വൃന്ദങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന്റെ അരാജകത്വം നിറഞ്ഞ ഭരണ വ്യവസ്ഥയിൽ നിന്നും, രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ വ്യവസ്ഥയുടെ അടിമത്തത്തിൽ നിന്നും ജനത്തെ വിമോചിപ്പിക്കത്തക്ക നിലകളിൽ അന്ന് നവോത്ഥാനത്തിന്റെ മുഖച്ഛായകൾക്ക് വ്യത്യാസം വരുത്താൻ ഗലീലിയോ പോലെയുള്ള, ഡാവിഞ്ചി പോലെയുള്ള അങ്ങനെ മികച്ചതായിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അവരെടുത്തതായിരിക്കുന്ന ആയുധങ്ങൾ ഇരുട്ടിന്റെ മറവിൽ മൂർച്ച കൂട്ടിയ വാളുകളല്ലായിരുന്നു. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം എന്ന് പറയുന്ന ആ ഭാഗത്തിലെ ലേഖനത്തിന്റെ ചില വിശദീകരണങ്ങളായിരുന്നു. പാപമോചന ചീട്ടിന് വേണ്ടി അവിടെ പുരോഹിതന്മാർ മറ്റു നിലകളിൽ പണപ്പിരിവുകൾ നടത്തി പാപമോചന ചീട്ട് വാങ്ങാതെ ഒരിക്കലും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരികയില്ലെന്ന് മനുഷ്യനെ പറഞ്ഞു പറ്റിച്ചപ്പോൾ, അല്ല, പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്, വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ എന്ന് പറഞ്ഞ് ഗലീലിയോ അടക്കമുള്ള മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള, സിംഗ്ലിയെ പോലുള്ള ആയിരിക്കുന്ന ആളുകൾ നവോത്ഥാന മണ്ഡലത്തിന് പുതിയൊരു മുഖച്ഛായകൾക്ക് തുടക്കം കുറിച്ചു. ആ നവോത്ഥാനമാണ് പ്രിയപ്പെട്ടവരെ 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാരതത്തിലേക്ക് എത്തിയത്. ആ നവോത്ഥാനത്തിന് തിരികൊളുത്തിയത് ആരാണ്? മികച്ച സുവിശേഷകനായിരിക്കുന്ന വില്യം കേറി എന്ന് പറയുന്ന സെറാംപൂർ യൂണിവേഴ്സിറ്റിക്ക് അടിക്കല്ലിട്ടതായിരിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിരുന്നു അന്ന് ഇവിടെ നടന്നതായിരിക്കുന്ന സതി ആചാരത്തിന് എതിരെ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭം ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അന്നത്തെ രാജ്ഞിയായിരിക്കുന്ന എലിസബത്തിന് മുമ്പിൽ നിവേദനം സമർപ്പിക്കുകയും ചെയ്തത്. ആ വില്യം കേറി തുടങ്ങി വെച്ചതായ നവോത്ഥാനത്തെ രാജാ റാം മോഹൻ റോയ് ഏറ്റെടുക്കുകയായിരുന്നു. ചരിത്രം എഴുതി ചേർത്ത ആളുകൾ വില്യം കേറിയുടെ പേരെഴുതി ചേർക്കാതെ രാജാ റാം മോഹൻ റോയുടെ പേരെഴുതി ചേർത്തത് ചരിത്രത്തോട് കാണിച്ചതായിരിക്കുന്ന അനീതിയാണെങ്കിലും ചരിത്രങ്ങളുടെ ചരിത്ര പുസ്തകമായ ബൈബിൾ വരുത്തിയിരിക്കുന്ന മാറ്റത്തെ ആർക്കും ഇന്നയോളം നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബംഗാൾ പോലെയുള്ള ഉൾക്കാടുകളിൽ നടന്നിട്ടുള്ള സതിയാചാരം പോലെയുള്ള ദുരാചാരത്തെ ഇല്ലാതാക്കിയത്, നമ്മുടെ നാട്ടിലെ അടിമ കച്ചവടത്തെ ഇല്ലാതാക്കിയത്, കുഷ്ഠരോഗികൾക്ക് പുനരധിവാസത്തിന് വേണ്ടി കൊരട്ടിയിലെയും അങ്ങ് പുത്തൻകുരിശിലയിലൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ വില്യം ബൂത്തിനെ പോലുള്ള ആളുകൾ സ്ഥാപിച്ചതായിരിക്കുന്ന ഹോസ്പിറ്റൽ സംവിധാനങ്ങൾക്ക് കൊണ്ടുവന്നത് സുവിശേഷത്തിന്റെ സംഭാവനയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇത് ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇന്നലെ ഞാൻ ചേർത്തല താലൂക്കിലായിരുന്നു പ്രസംഗിച്ചത്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല സെന്ററിന്റെ ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. ഞാൻ അവിടെ പ്രസംഗിക്കാൻ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ആ നല്ല കവലയിൽ എത്തുന്നതിന് മുമ്പ് ഒരു പാർട്ടിയുടെ ഒരു മഹാസമ്മേളനത്തിന് വേണ്ടി ഇതുപോലൊരു വേദി തയ്യാറാക്കിയിരിക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ എന്നിട്ട് പറഞ്ഞു, അവർക്ക് 6 മണിക്കാണ് യോഗം തുടങ്ങുന്നത്. ഞങ്ങൾ 5 മണിയായപ്പോൾ അവിടെ ചെന്നു. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പരിപാടി നടത്താൻ ഈ വേദി തരണമെന്ന് പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ആ വേദി വിട്ടു തന്നു. ഇന്നലെ ഞാൻ ആ വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവരുടെ വിഷയത്തിൻ്റെ അവതരണത്തിന് വേണ്ടി അവർ എഴുതി വെച്ച ഒരു ഫ്ലെക്സ് എൻ്റെ തൊട്ട് ബാക്കിൽ ഇതുപോലെ കട്ടനിൽ തൂക്കിയിരിക്കുന്നത് കണ്ടു. അതിലെഴുതിയിരിക്കുന്നൊരു വാചകം ഇങ്ങനെയായിരുന്നു: ചരിത്രത്തെ നാമാവിശേഷമാക്കിക്കൊണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല, അത് രാഷ്ട്രീയപരമായിരിക്കും വേറൊരു കാര്യമാണ്. ആ വിഷയത്തെ തൊട്ട് ചാലിച്ച് ഞാൻ വിശുദ്ധ ബൈബിൾ സമൂഹത്തിന് വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അവതരിപ്പിച്ചു. എന്തായാലും അവിടെ വന്ന രാഷ്ട്രീയക്കാരെല്ലാം സുവിശേഷത്തിൻ്റെ സന്ദേശം കേട്ട് എനിക്ക് കൈ തന്നു. കൈ തന്നതെന്ന് പറയുന്നത് ഒരു അഭിമാനകരമായിരിക്കുന്ന കാര്യമല്ല. ഇസ്ലാം സമുദായത്തിലുള്ള ആളുകൾ അടക്കമുള്ള സുഹൃത്തുക്കൾ എന്നെ പൊന്നാട പബ്ലിക്കിൽ അണിയിച്ചിട്ടുണ്ട്. കാരണം ചരിത്രങ്ങൾ അതിൻ്റെ നിലകളിൽ അവതരിപ്പിച്ചപ്പോൾ അത് വേറൊരു വശം. അത് പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. സത്യം മനസ്സിലായപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് വസ്തുത, സുവിശേഷമാണ് നമ്മുടെ സമൂഹത്തിന് മാറ്റം വരുത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഇന്നത്തെ മദ്യവും മയക്കുമരുന്നും അടക്കമുള്ളതായിരിക്കുന്ന
ഈ സമൂഹത്തിൻ്റെ ദുരാവസ്ഥകൾക്ക് ഒരു പരിഹാരം വന്നിട്ട് മഹത്തായിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥകളെ നമ്മുടെ നാട്ടിൽ സംജാതമാകാൻ വേറെ ഒരു മാർഗവും നമുക്ക് മുമ്പിൽ ശേഷിക്കുന്നില്ല. സുവിശേഷം മാത്രമേ അതിന് പര്യാപ്തമാക്കപ്പെട്ടൊരു ഘടകമുള്ളൂ. വടിയും വാളും വെല്ലുവിളികളുമായി തെരുവിൽ ഉറഞ്ഞു തുള്ളുന്ന നിന്റെ വിദ്യാഭ്യാസമുള്ള തലമുറ കൊട്ടേഷൻ പ്രവർത്തനം നിർത്തി, MDMA ഉപയോഗം നിർത്തി, മദ്യവിൽപ്പന നിർത്തി, മദ്യവിപണനം നിർത്തി, മദ്യ ഉപയോഗം നിർത്തി നല്ലൊരു മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അവന് ഇഞ്ചക്ഷൻ വെക്കുകയല്ല വേണ്ടത്. യേശുവിൻ്റെ സുവിശേഷം കേൾക്കാൻ ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെ കൊണ്ടുവന്നാൽ അവൻ്റെ ജീവിതത്തിനാകമാനം വ്യത്യാസം തരാൻ ഞാൻ പ്രസംഗിക്കുന്ന ചരിത്ര പുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ ആ അഭിമാന പുരുഷനം പറയാൻ ഈ വേദിയെ ഉപയോഗിക്കുകയാണ്. തൈക്കാട്ടുശ്ശേരിയിൽ ഇന്നലെ ഞാൻ ആ പ്രഭാഷണം നടത്തി പോരും മുമ്പ് സുനിൽ കുമാർ എന്ന് പറഞ്ഞത് എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. ഞാൻ ഈ പറയുന്ന കള്ളമാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, നേരാണോ നുണയാണോ എന്നറിയാൻ സജോ തോണിക്കുഴിയിൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും കിട്ടും. ആർക്കും കയറി നോക്കാം. അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കൊല്ലുകയോ എറിയുകയോ കുത്തുകയോ വീടിന് തീ വെക്കുക. കാരണം ഇതൊക്കെ കാണുമ്പോഴേ, പക്ഷേ ഈ പരിവർത്തനത്തെ മാറ്റിമറിക്കാൻ ഒരുത്തിന് കഴിയുകയില്ല. കാരണം സുവിശേഷം അതുപോലെ ശക്തിയുള്ളൊരു ഘടകമാണ്. പറയാനേറെ കാര്യങ്ങൾ ആ വിഷയത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഞാൻ ആ ഭാഗത്തിൽ നിന്നും തൽക്കാലമായിട്ട് വിട പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സുവിശേഷം മാനവ മൂല്യങ്ങളുടെ ഒരു മികച്ച സമാഹാരമാണ് എന്നാണ് ഇനി എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. പക്ഷേ സമയം ഇവിടെ അവസാനിക്കുന്നു. എനിക്കും രാത്രിയിൽ 6 മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ നാട്ടിലെത്താൻ കഴിയത്തുള്ളൂ. നാളെ പകൽ 2 മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടത്, രാവിലെയും ഉച്ച കഴിഞ്ഞും. അപ്പോൾ നിങ്ങളെ കഴിഞ്ഞ് ധൃതി എനിക്കാണ് പോകേണ്ടത്. എനിക്ക് തന്ന സമയത്തിൻ്റെ പരിധിയിൽ തന്നെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. എങ്കിലും പറഞ്ഞു നിർത്താം, സുവിശേഷം മാനവ മൂല്യങ്ങളുടെ ഒരു സമാഹാരമാണ്. അതെൻ്റെ തൊട്ട് മുമ്പുള്ള യേശു ക്രിസ്തുവിൻ്റെ സാമൂഹിക ഇടപെടലിൽ കൂടെയുള്ള ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചു. മാനവ മൂല്യങ്ങളുടെ സമാഹാരമാണ് സുവിശേഷമെന്ന് പറയാൻ ഒരു കാര്യത്തെ മാത്രം ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ഭരണഘടനയാണ്. ഭരണഘടന. ഇന്ത്യക്കൊരു മതമില്ല. അത് പ്രിയ സുഹൃത്തുക്കൾ തിരിച്ചറിയണം. ഇന്ത്യക്കൊരു മതമില്ലടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ മതഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭരണഘടനയാണ്. അറിവില്ലാത്തവർ വായിച്ച് പഠിക്കണം. സ്കൂളിൽ പോകുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്ക്, വായനാശീലമുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്ത്യക്കൊരു മതമില്ല എന്നുള്ളത്. ഇന്ത്യക്കൊരു മതമുണ്ടെങ്കിൽ അത് ജനാധിപത്യമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. നിങ്ങളിൽ പലരും ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. പേടിച്ചിട്ടാണോ, ഇയാൾ എന്നാ പറയുന്നതെന്ന് ഓർത്താണോ? അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഇതാണ് പറയേണ്ടത്. ഇത് പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ട് എന്താ ഗുണം? അത് വ്യക്തിപരമായിട്ട് എന്നോട് വന്നോ ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം, തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാം. ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ആ അന്ധകാരത്തിൽ കിടക്കുന്ന, അറിവില്ലായ്മയിൽ കിടക്കുന്ന ഒരു സമൂഹം രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നാലെ മറ്റൊരു തലമുറ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവുള്ള, വിവരമുള്ള, നല്ല ഊരും ചുണയുള്ള ചെറുപ്പക്കാർ, കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അവരുടെയൊക്കെ മുൻപന്തി നിന്നുകൊണ്ടാണ് ഞാനും ജെയ്സ് പാണ്ടനാടും അനിൽ കൊടുത്തോട്ടം പോലുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാളുകളിൽ ഈ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് ആ ചെറുപ്പക്കാരൊരു കൊടുങ്കാറ്റായി ഈ സമൂഹത്തിൽ പരിവർത്തിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. ആർക്കും തിരുത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ആര് ഭരിക്കണമെന്ന ഒരു ചിന്തയിലേക്ക് വോട്ട് ബാങ്കിൻ്റെ ബലമുള്ള ഒരു തലമുറ നമുക്ക് മുമ്പിൽ വളർന്നു വരുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കാതെ പോകരുത് കേട്ടോ. അപ്പോൾ അതിനപ്പുറത്തോട്ടൊരു വിശദീകരണമൊന്നും നടത്താൻ ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യം. എന്തായാലും യേശു ക്രിസ്തുവിൻ്റെ സാമൂഹികമായിരിക്കുന്ന സംഭാവനകളിൽ ഏറ്റവും മികച്ച ഒരു സംഭാവനയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ചരിത്രം മാത്രം ഭരണഘടന. എന്താണ് ഭരണഘടനയെക്കുറിച്ച് പറയാൻ കാരണം? ഭരണഘടനയുടെ 12-ാം അനുച്ഛേദനം മുതൽ 25-ാം അനുച്ഛേദനം വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യത്തിന് പറഞ്ഞ പേരാണ് എന്താണ്? മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ മതത്തിൻ്റെ, സമത്വത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ എല്ലാം വിശദീകരണം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 12-ാം അനുച്ഛേദനം മുതൽ 25-ാം അനുച്ഛേദനം വരെയുള്ള. അപ്പോൾ ചിലരുടെയൊക്കെ വിചാരം ഞങ്ങൾക്ക് അറിവില്ലാത്തവരാണ്, വെളിവില്ലാത്തവരാണ്, പാവപ്പെട്ടവരാണ്, 4-3. അതൊന്നുമല്ല. ജഡ്ജിമാരുണ്ട്, വക്കീലന്മാരുണ്ട്, പോലീസ് ഓഫീസേഴ്സുണ്ട്, MLA മാരുണ്ട്, ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്,
കായിക ആളുകളുണ്ട്. ഇതെല്ലാം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. പേരെടുത്ത് പറയാൻ ഞാൻ തയ്യാറാ. ഒരു അരമണിക്കൂറും കൂടെ തന്നാൽ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശു ക്രിസ്തു നമുക്ക് തന്നതായിരിക്കുന്ന സംഭാവനകൾ, ഈ സുവിശേഷത്തിൻ്റെ ഒരു മികച്ച സംഭാവനയാണ് ഭരണഘടന. ആ ഭരണഘടനയിലെ 12-ാം അനുച്ഛേദനം മുതൽ 25-ാം അനുച്ഛേദനം വരെയുള്ള ഭാഗങ്ങൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ള ആളുകൾക്ക് എഴുതി ചേർക്കുവാനുള്ളതായ പ്രചോദനം ലഭിക്കപ്പെട്ടത് എവിടുന്ന? ഡോക്ടർ BR അംബേദ്കർ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇവിടെ നമുക്ക് കിട്ടും. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ജീവിച്ച കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും. 10,000-കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടി വായിച്ച് പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. അല്ലാതെ പൊട്ടത്തരങ്ങളും തിരക്കഥകളും ഒന്നുമല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ കാര്യം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ചരിത്രത്തിന് സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ആ ഭരണഘടനയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ എഴുതി ചേർക്കാൻ കാരണം സ്വീഡൻ്റെയും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണഘടനയുടെ കോപ്പിയാണ് ഇന്ത്യൻ ഭരണഘടന. ഈ പറയുന്ന ക്രൈസ്തവ രാജ്യങ്ങളുടെ ഭരണഘടനയ്ക്ക് നിതാന്തമായി തീർന്നിട്ടുള്ള പുസ്തകം ഏതാണ്? അത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ഏതാണ്? യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്, യേശുക്രിസ്തുവിൻ്റെ സമതല പ്രഭാഷണമാണ്, യേശുക്രിസ്തുവിൻ്റെ സിനഗോഗ് പ്രഭാഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നും സമതല പ്രഭാഷണത്തിൽ നിന്നും സിനഗോഗ് പ്രഭാഷണത്തിൽ നിന്നും അടർത്തിയെടുത്തതായിരിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണഘടനകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആ ഭരണഘടനയുടെ കോപ്പിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഇന്നത്തെ ചില ആളുകൾ ഭരണഘടനയടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് ഈ വ്യഗ്രത കൊള്ളുന്നതിൻ്റെ കാരണം എന്താണെന്ന് ബുദ്ധിയുള്ളവർ ഇന്ന് രാത്രി ഗ്രഹിക്കണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടെ നിർത്തുകയാണ്. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലും മനുഷ്യൻ മനസ്സിലാക്കിയ സത്യങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുകയില്ല. സുവിശേഷം വരുത്തിയ മാറ്റങ്ങളോളം ഒരു പ്രത്യാശാസ്ത്രത്തിൽ ലോകത്തിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല. അപ്പോൾ ഈ സുവിശേഷം തന്നത് ഏറ്റവും മികച്ച ഒരു സാമൂഹികമായിരിക്കുന്ന സംഭാവനയാണ് ഭരണഘടന. ആ ഭരണഘടന തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്, ധാർമ്മികമായിരിക്കുന്ന വ്യവസ്ഥിതികൾ. ധാർമ്മിക മൂല്യച്യുതികൾ സംഭവിക്കാതെ മനുഷ്യൻ്റെ ധാർമ്മിക വ്യവസ്ഥകൾക്ക് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഉപദ്രവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന മറ്റൊരു പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കാൻ പറയുന്ന പുസ്തകങ്ങൾ വേറെ ഉണ്ടാകാം. പക്ഷെ വാളെടുക്കുന്നവൻ വാളാൻ എന്ന് പറയുന്ന വേറൊരു പുസ്തകം കാണിച്ചു തരാമോ? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം കാണിച്ചു തരാമോ? ഇല്ല, ഇല്ല, ഇല്ല. അത് സുവിശേഷം മാത്രമേ ഉള്ളൂ. തന്റെ വിലാപ്പോത്ത് ആഞ്ഞുകുത്തുന്നതായിരിക്കുന്ന ശൂലമേന്തിയ പടയാളിയെ കണ്ടിട്ട് യേശു വിളിച്ചു പറഞ്ഞത്, ഇവരെ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമെന്നാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ സമൂഹത്തിന് ലോകത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എത്രയെത്ര കാലഘട്ടങ്ങളായി നിങ്ങളുടെ ഉപദ്രവം ഞങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ അക്രമങ്ങൾ ഞങ്ങൾ നേരിടുന്നു. പക്ഷേ ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങൾ സമരം നടത്തിയിട്ടില്ലല്ലോ, ഞങ്ങൾ ഒരു തഹസിൽദാറിനെ കരാവോ ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ പിള്ളേരെ ആയുധങ്ങളുമായിട്ട് ഈ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആകെ കൂടെ ചെയ്തത് ഞങ്ങളുടെ മണ്ണിലിരുന്നുകൊണ്ട് മുട്ടുകുത്തി, ദൈവമേ ഞങ്ങളോട് കരുണ തോന്നിയിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചവരോട് നീ ഇടപെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഞങ്ങളെ അടിച്ചാലും, ഇന്ന് രാത്രി ഞങ്ങളെ വെട്ടിയാലും, ഇന്ന് രാത്രി ഞങ്ങളെ വീടിന് തീ വെച്ചാലും, ഞങ്ങൾ തീനാമ്പുകൾക്കുള്ളിലേക്ക് കത്തി അമരുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥന, ഈ പ്രിയപ്പെട്ടവരോട് കരുണ തോന്നണമേ, ഇവരെ നിരക്ഷിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ധാർമ്മിക ബോധത്തിന്റെ പക്വത തരുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. കരമുയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറയാം. എനിക്കറിയാം ഇതൊക്കെയാണോ ഇവിടെ പ്രസംഗിക്കണം, പിന്നെ എന്നാ പ്രസംഗിക്കേണ്ടത്? അങ്ങനെ പ്രസംഗിക്കുന്നവരെ വിളിച്ച് പ്രസംഗിപ്പിച്ചോ, കുറെ കൈയടിച്ചോ, കുറെ അന്യഭാഷ പറഞ്ഞോ, പക്ഷെ ഒരു വ്യക്തിയും ബോധത്തിലേക്ക് വരികയില്ല. നമ്മുടെ സഭകൾ വൃദ്ധസദനമായി തീരാൻ കാരണം, വളരാത്തതിൻ്റെ കാരണം, നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോകാൻ കാരണം, ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നില്ല, വിശുദ്ധ ബൈബിളിന്റെ സത്യാവസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന നവസമൂഹത്തോട് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയുന്നു,
പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം യേശുവിന്റെ ചൂടുള്ള വിപ്ലവത്തിന്റെ വിമോചനത്തിന്റെ സുവിശേഷമായി ഈ രണാങ്കണത്തിലേക്ക് പടകളായി ഉണർന്നു പോടാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കും സുഹൃത്തുക്കളെ. നശിക്കുന്ന ആത്മാക്കൾ നിങ്ങളുടെ സമകാലിക രക്ഷപ്പെടും. യേശു ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കാരണമാക്കി തീർക്കപ്പെട്ടത്. ഞാൻ ജനിച്ച മതപശ്ചാത്തലം തെറ്റായതുകൊണ്ടല്ല, ഞാൻ വിളിച്ച മുദ്രാവാക്യങ്ങളും തെറ്റായതുകൊണ്ടല്ല, ഞാൻ അനുധാവനം ചെയ്ത, ഞാൻ അനുശാസിച്ച, പരിശീലനം നടത്തിയ കാര്യങ്ങളൊന്നും അത്ര കുറച്ചിലായതുകൊണ്ടല്ല. എൻ്റെ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ പുസ്തകവുമായിട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയത് ഇതാണ് മികച്ച മാനവികതയുടെ മൂല്യമുള്ള ഗ്രന്ഥമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ് യേശുവിൻ്റെ മാർഗം. ഇന്ന് രാത്രിയിൽ സ്നേഹിത, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ തിരിച്ചറിയാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുന്നത്? എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിനെതിരെ ശക്തമായിരിക്കുന്ന നിലപാടുകൾ എടുത്ത് യേശുവിൻ്റെ അനുയായികളായിരിക്കുന്ന ആളുകളെ കൊന്നുമുടിക്കുവാൻ യെരുശലേമിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ പട്ടണത്തിൻ്റെ അതിരുകളിൽ വെച്ച് യേശു അവനെ സന്ദർശിക്കുകയാണ്. അവൻ യേശുവിൻ്റെ തേജസ്സിൻ്റെ വാളേറ്റ് നിപതിക്കുന്ന സമയത്ത് അവൻ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? യേശു തിരിച്ച് അവനോട് ഉത്തരം കൊടുക്കുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നുവെന്ന്. കഴിഞ്ഞു പോയ ചില നാളുകൾ യേശുവിനെയും യേശുവിൻ്റെ ശിക്ഷഗണത്തെയും ശക്തമായ നിലകളിൽ ആക്രമിച്ച ഒരു മനുഷ്യനെ ഈ കല്ലെറിഞ്ഞു കൊന്ന് കാലാപുരിക്കയച്ചതായ അനുഭവമുള്ളതായിരിക്കുന്ന ആ മനുഷ്യനെ യേശു ശിക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവനെ ഒരു യുഗപുരുഷനാക്കി തീർക്കുകയാണ് ചെയ്തത്. ഇന്ന് രാത്രിയിൽ ഈ കൊലപാതകത്തിൻ്റെ ദുഷിച്ച സ്വഭാവ ചിന്തകളിൽ കൂടെ, കൊട്ടേഷൻ പ്രവർത്തനത്തിൻ്റെ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, കുടുംബ തകർച്ചകളുടെ, അങ്ങനെ അസഹ്യമായ ജീവിത വ്യവസ്ഥകളുടെ ഇരുട്ടടഞ്ഞ ഇടവഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന് മാറ്റമൊരുക്കാൻ ഇന്ന് രാത്രി യേശു ക്രിസ്തു തയ്യാറായി രണ്ട് കരവും നീട്ടി നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. സ്നേഹിത, നിന്റെ ജീവിതം വിലപ്പെട്ടതാണ്, നീ അത് പാഴാക്കി കളയരുത്, നീ നശിപ്പിക്കരുത്. ജീവിതം ഒന്നേ ഉള്ളൂ സുഹൃത്തേ, അത് നീ ഇല്ലാതാക്കരുത്. ഇന്ന് രാത്രി യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. സ്നേഹിത, നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. സമൂഹത്തിന് പരിവർത്തനം നടത്തിയ യേശു സമൂഹത്തിന് കൊടുത്ത മികച്ച സംഭാവന ഭരണഘടന. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മിക വ്യവസ്ഥകൾക്ക് ഏറെ മൂല്യത കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. യേശു ക്രിസ്തു ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകളൊക്കെ നടത്തി ജനത്തിൻ്റെ ജീവിതത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാക്കി, ലക്ഷ്യബോധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വിഷയത്തെ ഊന്നി പറയുമായിരുന്നു. ആ വിഷയം ദൈവരാജ്യം എന്ന് പറയുന്നൊരു വിഷയമാണ്. യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ, അവൻ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്താൽ, ഏത് കാര്യം പറഞ്ഞാലും ആ കൂട്ടത്തിൽ ദൈവരാജ്യമെന്ന് പറയുന്നൊരു കാര്യത്തെ കർത്താവ് അവതരിപ്പിക്കും. അന്ന് വരെയുള്ള ആളുകൾ ഒരിക്കൽ പോലും കേൾക്കാത്തതായ ഒരു കാര്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന കാര്യത്തെ അന്നത്തെ ജനത്തിന് മുമ്പിൽ യേശു വിഭാവനം ചെയ്യുമ്പോൾ റോമൻ ഗവൺമെൻറ് ചിന്തിച്ചത്, റോമൻ ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് യേശു യഹൂദന്മാരുടെ രാജാവായിട്ട് നിന്നിട്ട് വേറൊരു സാമ്രാജ്യം ഇവിടെ ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ യേശു പബ്ലിക്കിൽ തെളിവായിട്ട് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ആത്മീകമാണ്. കർത്താവ് അത് തെളിവായി പറഞ്ഞു. പക്ഷേ യേശുവിനെ ഗതസമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതിനുശേഷം കോടതികൾക്ക് മുമ്പാകെ ഹാജരാക്കുമ്പോൾ, കള്ളസാക്ഷികളെ നിരത്തിക്കൊണ്ട് മതത്തിൻ്റെ മേലാളന്മാർ പറയിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇവൻ റോമൻ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹിയാണ്. അതിനവർ അടയാളമായിട്ട് കാണിച്ചു കൊടുത്തത് കൈസർക്ക് ഇവൻ കരം കൊടുക്കരുതെന്ന് പഠിപ്പിച്ചെന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. റോമൻ ഗവൺമെൻറ്റിന് യേശുവിനെ കൊല്ലണമെന്നൊരു ആഗ്രഹം വരുന്നതിന് പിന്നിലെ കാരണം ദൈവരാജ്യമെന്ന് പറയുന്നൊരു വിഷയത്തെ അവൻ ജനത്തിനിടയിൽ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഈ പുരോഹിതന്മാർ യേശുവിന് നേരെ നടത്തുന്ന ആരോപണത്തിൻ്റെ ഭാഗമായി പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ഗലീല മുതൽ യഹൂദിയ വരെ ജനങ്ങളെ പറഞ്ഞ് അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം അന്ന് പാലസ്തീന് 3 ജില്ലയേ ഉള്ളൂ, യഹൂദിയ, ശമരിയ, ഗലീലിയ. ഇപ്പം ഗലീലയിലാണ് യേശു തൻ്റെ പ്രവർത്തന കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഗലീല മുതൽ ശമരിയയിൽ കൂടെ കടന്ന് യഹൂദിയിൽ വരെ വന്നിട്ട് ആളുകളോട് യേശു പറഞ്ഞു അത്രേ, റോമൻ ഗവൺമെൻറ്റിന് കരം കൊടുക്കരുത്, ഈ ഗവൺമെൻറ് നമ്മളെ രക്ഷിക്കുകയില്ല, ദൈവരാജ്യമാണ് യഥാർത്ഥ രാജ്യമെന്നൊക്കെ ഇവൻ പറയുന്നുവെന്ന് ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഗവൺമെൻറ് അത് ഏറ്റെടുത്തു.
ഉടനെ ഗവൺമെൻറ് യേശുവിനെ ശിക്ഷിക്കുവാൻ, അറസ്റ്റ് ചെയ്യുവാനുള്ളതായിരിക്കുന്ന നടപടികൾ യഹൂദന്മാരുടെ ഒത്താശയോടുകൂടി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ യേശു പറഞ്ഞ ദൈവരാജ്യം എന്താണ്, എന്തല്ല എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. യേശു ഒരു നവസമൂഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു എൻ്റെ മുഖപുര സന്ദേശത്തിൽ, അന്നത്തെ രാഷ്ട്രീയ സംവിധാനം റോമൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ഗവൺമെൻറ് ഒരിക്കൽ പോലും അന്നത്തെ ജനത്തിന് സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു ഭരണവ്യവസ്ഥകൾ സമ്മാനിച്ചിരുന്നില്ല. കാര്യം പറഞ്ഞ പാക്സ് റൊമാന എന്ന് പറയുന്ന സമാധാനത്തിന് ഉടമ്പടിയുള്ള ഒരു കാര്യത്തെ അവർ വിളംബരം ചെയ്തിരുന്നു. 1986 തോന്നുന്നു, 1981 ലോക സമാധാന ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതാണ് എൻ്റെ ഓർമ്മ. അന്ന് ലോക സമാധാന ദിനമായിട്ട് പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും സെപ്റ്റംബർ 26 തീയതി ലോക സമാധാന ദിനമായിട്ട് ആചരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു വെള്ളരിപ്രാവിനെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറത്തി വിടുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രാവിനെ പറത്തി എന്ന് കരുതി നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടോ? കത്തിക്കുത്തും കൊലപാതകവും ആത്മഹത്യയും തുടർക്കഥയാണ്. കൊല്ലം ജില്ലയാണ് ഭരണഘടന അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച സാക്ഷരതയുടെ ജില്ല എന്ന് പറയുന്നത്. പക്ഷേ 72% ആത്മഹത്യ പുരുഷന്മാർ നടത്തുന്നൊരു പ്രദേശമായിട്ട് കൊല്ലം ജില്ലയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിലെ 1ാമത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. പത്തനംതിട്ട ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരിക്കും ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകത എന്താണ്? വാവരുടെ പള്ളി അവിടെയുണ്ട്, ശബരിഗിരീശൻ്റെ മല അവിടെയുണ്ട്, മാരാമൻ കൺവെൻഷൻ്റെ മണലാരണ്യങ്ങൾ അവിടെയുണ്ട്. ആത്മീയതയുടെ പിള്ളത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ പത്തനംതിട്ട ജില്ലയെ വിളിക്കാം. പള്ളികളും ക്ഷേത്രങ്ങളും മോസുകളും ഇഷ്ടം പോലെയുള്ള പ്രദേശമാണ് പത്തനംതിട്ട ജില്ല. പക്ഷേ അവിടെ കുടുംബ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. കുടുംബ കോടതികൾ കൂണ് പോലെ മുളയ്ക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയുടെ പ്രശ്നം എന്താണ്? തിരുവനന്തപുരം ജില്ലയുടെ പ്രശ്നം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൊട്ടേഷൻ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ്. ഏറ്റവും അധികം കള്ളക്കടത്തുകൾ രേഖപ്പെടുത്തുന്നതായിരിക്കും ജില്ലയാണ് കോഴിക്കോടും പിന്നെ എറണാകുളം ജില്ലയും. ഇങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വർഷാവർഷം ഒരു പ്രാവിനെ പടർത്തി എന്ന് കരുതി ഇവിടെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? ഒരു സമാധാനവും ആർക്കില്ല. ഇതേ സാഹചര്യം തന്നെയായിരുന്നു റോമൻ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ. പാക്സ് റൊമാന എന്ന് പറയുന്നതായ നിയമ വിളംബരം അവർ നടത്തിയെങ്കിലും ഒരു സമാധാനം അന്നത്തെ ജനത്തിനില്ല. അതുകൊണ്ടാണ് ദൂതഗണങ്ങൾ പറഞ്ഞത്, സകല ജനത്തിനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ദാവീദിന്റെ പട്ടണത്തിൽ യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നുവെന്ന്. അതിന് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് യേശു ക്രിസ്തു പറയുന്ന, അധ്വാനിക്കുകയും ഭാരം ചുമക്കലായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ സമാധാനം തിരസ്കരിക്കപ്പെട്ട ആളുകളെല്ലാം യേശു വിഭാവനം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയും ഈ രാജ്യത്തിൽ അംഗത്വം ഏറ്റെടുക്കാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടിയപ്പോൾ യേശു അവരെ പ്രസംഗിച്ച് പറഞ്ഞ് അവരെ തല മരപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തു. രോഗിയാണെങ്കിൽ അവരെ സൗഖ്യമാക്കി, മരിച്ചവരാണെങ്കിൽ അവർ ഉയർപ്പിച്ചു, ഭക്ഷണമില്ലാത്തവർക്കാണ് അവൻ ഭക്ഷണം കൊടുത്തു, അങ്ങനെ ഇതര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. അതിന് കരിസ്മാറ്റിക് മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. യേശു നടത്തിയ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ കൂടെ ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം കൂടെ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കാലം തികഞ്ഞു, ദാണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത്ഭുതം ഞാൻ ചെയ്യും, അത്ഭുതത്തിൽ നിങ്ങൾ പങ്കാളിയാകും. ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വരാം, കുഷ്ഠരോഗി സൗഖ്യമായെന്ന് വരാം, നിങ്ങൾക്ക് അപ്പം കിട്ടിയെന്ന് വരാം, കടലിൻ്റെ മുകളിൽ കൂടെ ഞാൻ നടന്നെന്നൊക്കെ ഇരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് തീരുന്നില്ല. നിങ്ങൾ ദൈവരാജ്യമെന്ന് പറയുന്ന അമൂല്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. യേശു ക്രിസ്തു ഊന്നി കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ശിഷ്യന്മാരടക്കമുള്ള ആളുകൾ ദൈവരാജ്യമെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്, ഈ യഹൂദന്മാർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കഴിഞ്ഞുപോയ ഏറിയ യുഗങ്ങളായിട്ട് യഹൂദന്മാർ വൈദേശിക ശക്തികളുടെ കീഴിൽ അടിമത്ത വ്യവസ്ഥയിലാണ് ജീവിച്ചു വരുന്നത്. ഈജിപ്തിൽ തുടങ്ങിയതായിരിക്കുന്ന അടിമത്ത വ്യവസ്ഥ റോമൻ കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് വരുന്ന ആളിനെ യഹൂദന്മാർ വിളിച്ചിരുന്ന പേരാണ് മിശിഹ. അപ്പോൾ മിശിഹ ജനിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് സകല ജനത്തിനുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഒരു വെള്ള കുതിരപ്പുറത്ത് വാളേന്തി വരുന്ന ദാവീദിന്റെ സന്തതിയായിരിക്കുന്ന രാജാവാണ് യഹൂദനെ സംബന്ധിച്ച് മിശിഹ എന്ന് പറയുന്നത്. ആ മിശിഹ ജനിക്കേണ്ടത് ഒരു കൊട്ടാരത്തിലാണ്. പക്ഷെ യേശു ജനിച്ചത് വഴിയോരത്തിലാണ്, കിടന്നത് ഒരു കാലിത്തൊഴുത്തിലാണ്. യഹൂദന്മാർ അതുകൊണ്ട് യേശുവിനെ അംഗീകരിച്ചില്ല. അപ്പോൾ യഹൂദന് യേശുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ യേശു ജനത്തോട് പറയുന്നത്, നിങ്ങൾ ദൈവരാജ്യമെന്ന് പറയുന്ന കാര്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ ദൈവരാജ്യത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ വന്നു.
ഉടനെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, എന്നാണ് ദൈവരാജ്യം വരുന്നത്? അപ്പൊ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടല്ലോ. ഇന്ന് രാത്രിയിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ആക്ഷരികമായിരിക്കുന്ന ഒരു കാര്യമല്ല, ഹൃദയത്തിന്റെ അനുഭവമാണ് ദൈവരാജ്യം. അതിനെ പൗലോസ് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ. സ്നേഹിത, ഞങ്ങൾക്ക് പറയാൻ അഭിമാനകരമായ ഒരു അനുഭവമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന നിലകളിലുള്ള സാമ്പത്തിക ഭദ്രതകളോ കെട്ടിപ്പൊക്കിയ മണിമന്ദിരങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീണാൽ വാഴുന്ന സമാധാനമുണ്ട്. നിനക്ക് കയ്യിൽ പണം ധാരാളമുണ്ട്, വാഹനമുണ്ട്, ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം യേശു നിന്റെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. സ്നേഹിത, ഇന്ന് രാത്രിയിൽ ആ സമാധാനം പ്രാപിപ്പാൻ ഒറ്റ കാര്യം മാത്രമാണ് യേശു ആവശ്യപ്പെടുന്നത്: മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് നിമിത്തം നീ ദൈവരാജ്യത്തിന്റെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അപ്പോൾ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം ഒരു ആത്മീക മാനസിക അവസ്ഥയാണ്. ആ അവസ്ഥ ലഭ്യമാകാൻ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ സുവിശേഷത്തിന്റെ വിശ്വാസത്തിൽ കൂടെയാണ് ഒരു വ്യക്തി സമാധാനപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ചേക്കേറുന്നത്. സുഹൃത്തെ, നിന്റെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ആ സമാധാനം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, നിങ്ങളുടെ മകനെ ഓർത്തുകൊണ്ട് നിങ്ങൾ വിങ്ങി കരയുന്ന കണ്ണുനീരിനെ കാണാതിരിക്കുന്നവനല്ല ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്. പ്രിയ അപ്പച്ച, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച്, പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ചൊക്കെ നീ വളരെയധികം ഹൃദയത്തിൽ വേദന അനുഭവിക്കുമ്പോൾ നിന്റെ ആ വേദനയ്ക്ക് പരിഹാരം വരുത്തി നിന്റെ കുടുംബത്തിൽ സമാധാനം തരുവാൻ എൻ്റെ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ തന്നെ മുറിഞ്ഞ കരം നീട്ടി നിന്റെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമാണ്: സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവരാജ്യത്തിന് അംഗത്വത്തിലേക്ക് വരാൻ, സമാധാനത്തിന് അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വഴിമാറുവാൻ ഒറ്റ കാര്യം മാത്രം: സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ യേശു ക്രിസ്തു ഈ സാമൂഹിക ഇടപെടലിൽ കൂടെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതായിരിക്കുന്ന ഒരു നവലോക പ്രതീക്ഷയായിരുന്നു ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇന്ന് ആ ദൈവരാജ്യം നമുക്കിടയിലുണ്ട്. ഏതാണ് ആ ദൈവരാജ്യം? ഈ ഇരിക്കുന്ന പ്രസ്ഥാനം ദൈവരാജ്യമാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. APA പോലെയുള്ള ഈ പ്രസ്ഥാനം, IPA പോലുള്ളതായിരിക്കുന്ന ഇത്തരത്തിലുള്ള പെന്തക്കോസ് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. AG, ഇന്ത്യ പെന്തക്കോസ്, ഷാനൻ ഫെലോഷിപ്പ്, ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള പെന്തക്കോസ് സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ട്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, അത് കാണപ്പെട്ടതായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മൂല്യതയുള്ളതായിരിക്കുന്ന കേന്ദ്രമാണ്. എന്താണത് പറയാൻ കാരണം? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു ക്രിസ്തു ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളിടയിൽ യേശു ക്രിസ്തു ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാനുണ്ട് എന്ന്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായിരിക്കും ദൈവരാജ്യത്തിലാണ്. സ്നേഹിത, ഈ ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയുള്ള ഈ സുവിശേഷത്തിൻ്റെ ഈ വേദിയിലേക്ക് ഇന്ന് രാത്രി നിനക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ നീ ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുകയാണ്, ദൈവരാജ്യത്തിലേക്ക് നീ മാറ്റപ്പെടുകയാണ്. കാരണം ഞങ്ങളെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ത്രിയേകത്വത്തിലെ മൂന്നാമനായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിന്നെ ബോധം വരുത്തുന്നതാണ്. മാത്രമല്ല, സമാധാനമില്ലാത്ത നിന്റെ ജീവിതത്തിന് സമാധാനവും സന്തോഷം പ്രദാനം ചെയ്യുവാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ആ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന വെളിപ്പാട് എന്താണ് എന്ന് പിന്നീട് പൗലോസ് തൻ്റെ ലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസ് ലേഖനം 1 മുതലുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ വായിച്ചു പഠിക്കുന്ന ഏതൊരു വേദ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും, സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവത്തിൻ്റെ ഭരണമുള്ള സംവിധാനമുള്ള കേന്ദ്രങ്ങൾ. അവിടെ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു, ജീവിതങ്ങൾ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു, ശൂന്യതകൾ ഇല്ലാതാകുന്നു, സന്തോഷത്തിൻ്റെ അനുഭവത്തിൻ്റെ പുതിയ പുൽമേടിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളതായിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന സംഗമവേദികൾ തയ്യാറാക്കിയിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. ഞങ്ങളുടെ പാട്ടുകൾക്ക് വലിയ ശ്രുതിയില്ല, വലിയ താളമില്ല. ഞങ്ങളുടെ പ്രഭാഷണം വളരെ അരോചകത്വമുണ്ടാക്കുന്ന നിലകളിലുള്ള ശബ്ദവും അരോചകത്വമുണ്ടാക്കുന്ന ഭാഷാ ശൈലികളിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ പറയുകയും പാടുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം ലോകം തന്നൊരു സമാധാനമല്ല,
ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന സൗജന്യത്തിന്റെ സമാധാനം. ഇന്ന് രാത്രിയിൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്ന കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത് ഈ ദൈവരാജ്യമാണ്. യേശു ക്രിസ്തു അന്നത്തെ ഒരു മതപണ്ഡിതനായിരിക്കുന്ന നിക്കോദോമോസ് എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും നിന്നെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിനക്ക് കടപ്പാനായിട്ട് കഴിയുകയില്ല. സ്നേഹിത, നിന്റെ ജീവിതത്തിന് മാറ്റം വരണമോ? നീ ചെയ്യേണ്ട ആദ്യത്തെ പടി മാനസാന്തരപ്പെടുക. രണ്ടാമത്തെ പടി സുവിശേഷത്തിൽ വിശ്വസിക്കുക. മൂന്നാമത്തെ പടി പരിശുദ്ധാത്മാവിലുള്ള ആ വചനത്തിന്റെ പ്രഖ്യാപനത്തിന് അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തിലെ മൂന്നാമത്തെ വിഷയമായ വിശ്വാസ സ്നാനം സ്വീകരിക്കുക. ശിശു സ്നാനമല്ല, കള്ളമില്ല പിള്ളയെ വെള്ളത്തിൽ പിടിച്ചു മുക്കുന്ന കള്ളത്തരത്തിന്റെ ആ ശിശു സ്നാനത്തെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? റോമാലേഖനം 9:10 വായിക്കുന്നത് പോലെ യേശുവിനെ ദൈവമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അവനെ വായുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവനാണ് എൻ്റെ പാപത്തിന് പരിഹാരകനായി ക്രൂശിൽ മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ ആ പ്രഖ്യാപനത്തിൽ കൂടെ അടുത്ത പടിയായിരിക്കുന്ന വിശ്വാസത്തിലുള്ള സ്നാനം, അത് വെള്ളത്തിൽ ഇറങ്ങി ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണ് അതിൻ്റെ അടയാളം എന്ന് പറയുന്നത്? ഒരു പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെടുകയും പുതിയ മനുഷ്യൻ ഉയർത്തെഴുകയും ചെയ്യുന്നതായ ഒരു ആലങ്കാരിക അവസ്ഥയാണ് സ്നാനമെന്ന് പറയുന്നത്. അത് മതം മാറ്റമല്ല, മനം മാറ്റത്തിൻ്റെ ഒരു അടയാളമാണ് വിശ്വാസ സ്നാനം. കൈയടിച്ചതുകൊണ്ടോ പാട്ടുപാടിയതുകൊണ്ടോ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ ഒന്നും ആരും ദൈവരാജ്യത്തിൽ അംഗത്വത്തിലേക്ക് വരണമെന്നില്ല. ദൈവരാജ്യത്തിന്റെ അംഗത്വത്തിലേക്ക് വരുവാൻ മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഈ ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവരാജ്യമായ ദൈവസഭയിൽ അംഗത്വം പ്രാപിക്കുക, വിശുദ്ധന്മാർ നൽകി തരുന്ന ഉപദേശത്തിൽ വിശ്വസിക്കുക, തിരുമേശയിൽ പങ്കാളിത്തം വഹിക്കുക, കൂട്ടായ്മയിൽ നിലനിൽക്കുക, ആത്മാവിൽ ദൈവത്തോട് ദൈവപുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇതാണ് ദൈവരാജ്യത്തിന് അംഗത്വത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ആ പടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ആ ദൈവരാജ്യം എന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരേണ്ടതിന് ഇന്ന് രാത്രിയിൽ ജീവിതത്തെ എത്ര പേർക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയും? സുവിശേഷം എന്നാലാവുന്നത് പോലെ നിർമ്മലമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ മറ്റൊരു നഗ്നമായിരിക്കും സത്യം കൂടെ ചൂണ്ടിക്കാണിച്ചതിന്റെ വാക്കുകൾക്ക് വിരാമമിടാം. ഈ പറയുന്ന ചരിത്ര വ്യവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ മനുഷ്യന് വിമോചനമെന്ന് ഞാൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ തള്ളിക്കളഞ്ഞാലും ഒരു കാര്യം സത്യമായിട്ട് നടക്കും. മരണമെന്നൊരു കാര്യം നിശ്ചയമായി സംഭവിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ അവൻ തിരികെ ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്നും കൂടെ ചിന്തിപ്പാൻ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ നീ ഒരു സമയം മാറ്റി നിർത്തണം സ്നേഹിത. ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും രംഗബോധമില്ലാത്ത കോമാളിയായി രംഗപ്രവേശനം ചെയ്യുന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് മരണമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ, നിന്റെ പാപത്തിൽ മരിച്ചാൽ നിന്റെ അവസാനം നീ എങ്ങനെ ചിലവഴിക്കും? തീപ്പൊയ്കയുടെ അനുഭവത്തിലേക്ക് അല്ല, ദൈവം ഒരുക്കുന്ന ഭാഗ്യകരമായ ആ മനോഹരമായിരിക്കുന്ന പരദീസയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ അധ്വാനിക്കുകയും ഭാരചുമക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് വരിക. ഭാരങ്ങളും പാപങ്ങളും അവന് മുമ്പാകെ ഏറ്റുപറയുക. പുരോഹിതന് മുമ്പിൽ, കുംഭസാരക്കൂടിന് മുമ്പിലല്ല പാപങ്ങളെ ഏറ്റുപറയേണ്ടത്. ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് അറിയിക്കും, നീ എൻ്റെ പാപത്തിന്റെ കുറ്റങ്ങൾ ക്ഷമിച്ചു തരും. അതെ, പാപം ക്ഷമിക്കാൻ കരുത്തുള്ള ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ ഒരു പുണ്യനദിയും ഒരു കുന്തിരിക്കത്തിനും പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. സ്നേഹിത, നീ ഒരു മദ്യപാനിയായി തീരാൻ കാരണം, കുടുംബം തകരാൻ കാരണം, മാറാരോഗിയായി തീരാൻ കാരണം, നിന്റെ ജീവിതം ഇത്തരത്തോളം അരക്ഷിത അവസ്ഥയായി തീരാൻ കാരണം നിന്നിൽ വസിക്കുന്ന പാപമാണ്. പാപത്തിന് പരിഹാരം വന്നാൽ നിന്റെ പ്രശ്നത്തിനും പരിഹാരം വരികയാണ്. അതുകൊണ്ട് പാപമാണ് നിന്റെ ഭാരത്തിന് കാരണമെങ്കിൽ, പാപമാണ് നിന്റെ വേദനയുടെ കാര്യമെങ്കിൽ, പാപമാണ് നിന്റെ രോഗത്തിന് കാര്യമെങ്കിൽ നീ യേശുവിന്റെ അടുക്കിലേക്ക് വാ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. അധ്വാനിക്കുകയും ഭാരചുമക്കളായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നിരവധി തവണ സുവിശേഷങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഞാനിത് ഒത്തിരി കേട്ടതാണെന്ന് ഒരു പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, നാളെ ഇത് കേൾക്കാൻ നിനക്കൊരു പക്ഷെ അവസരം ലഭിച്ചില്ലെന്ന് വരാം. അങ്ങനെ വരാതിരിക്കേണ്ടതിന് ഇന്ന് ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്വീകരിപ്പാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? വീടുകളിൽ, വഴിയോരങ്ങളിൽ, വാതിൽക്കലിൽ, വാഹനങ്ങളിൽ ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. നിങ്ങളോട് ചോദിക്കുന്നു, സ്നേഹിത,
നിന്റെ ജീവിതം ഈ നിലകളിൽ നരകിച്ച് തീർക്കണമോ? മദ്യത്തിനും മയക്കുമരുന്നിനും വിട്ടുകൊടുക്കണമോ? പ്രശ്നങ്ങളിൽ കിടന്ന് നീ ഭാരം അനുഭവിക്കണമോ? കുടുംബത്തിന്റെ അവസ്ഥകളിൽ വല്ലാത്ത അരാജകത്വം ഇനിയും ഉണ്ടാകണമോ? വേണ്ട എന്നാണ് നിനക്ക് തീരുമാനമെങ്കിൽ പണം മുടക്കില്ലാതെ, തീർത്ഥയാത്രകൾ നടത്താതെ, മറ്റൊരു ദേഹത്തിന്റെ അധ്വാനങ്ങളുമില്ലാതെ നിന്റെ ഹൃദയം ഇന്ന് രാത്രിയിൽ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ യേശു നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കും. അവൻ നിന്നെ സ്നേഹപുരസ്സരം സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കലായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ലോകത്തിൽ കേൾക്കുന്ന ആദ്യത്തെ മാനവികതയുടെ സന്ദേശമായിരുന്നു ആ സന്ദേശം. അതിൽ നിന്നുമാണ് മാർക്സിന്റെ വർഗരഹിത സമൂഹം ഉണ്ടായത്. അതിൽ നിന്നുമാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്ന തോമസ് മൂറിന്റെ ഒരു നല്ല നവസമൂഹത്തിന്റെ വിഭാവനതകൾ ഉണ്ടായത്. കാമ്പല്ലിയുടെ സിവിറ്റസ് സോളിസ് എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രം ഉണ്ടായത്. അതിൽ നിന്നുമായിരുന്നു മറ്റു പല തത്വസംഹിതകളും ആവിഷ്കരിക്കപ്പെട്ടത്. എല്ലാ തത്വസംഹിതകളുടെയും അടിസ്ഥാന കേന്ദ്രമെന്ന് പറഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശമാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളായ പ്രിയപ്പെട്ടവർക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു ഉറപ്പ് പ്രിയപ്പെട്ട രാജൻ പാസ്റ്റർ പറഞ്ഞു തരികയാണ്. ഈ വരുന്ന ഏതാനും ചില നാളുകൾക്കുള്ളിൽ തന്നെ ഈ സന്ദേശത്തിൻ്റെ, ഈ യോഗത്തിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ സഭയ്ക്ക് അകത്തലങ്ങളിൽ ദൈവം തരും. ദൈവം ചിലരോട് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. ചിന്തിക്കത്തക്ക നിലകളിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഞാൻ ഒരുപക്ഷെ ആരാധന അന്തരീക്ഷത്തിലേക്ക് നയിച്ചില്ല, നിങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിന് വെളിയിൽ നിൽക്കുന്ന ചിലർ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. സ്നേഹിത, ഒരു തവണയെങ്കിലും നീ ബൈബിൾ ഒന്ന് വായിക്കണം. ഒരു തവണയെങ്കിലും ഞങ്ങളുടെ ആലയത്തിലൊന്ന് നീ കടന്നു വരണം. ഒരു പ്രാവശ്യമെങ്കിലും യേശുവിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണം. യേശു നിന്നെ സഹായിക്കും. നീ ഇതിനെ വേറൊരു രീതിയിൽ ചിന്തിച്ച് ഇതിനെ തള്ളിക്കളയരുത്. ഒരേ ഒരു ജീവിതം, അത് യേശുവിന് വേണ്ടി മാത്രം. അതുകൊണ്ട് ഈ പാലസ്തീന്റെ തെരുവിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞ ആ മഹത്തായിരിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം ചുമക്കലായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപത്തിന്റെ ഭാരം ചുമക്കുന്ന, രോഗത്തിന്റെ ഭാരം ചുമക്കുന്ന, മരണത്തിന്റെ ഭയത്തിന്റെ ചിന്താഗതികളുടെ ആ വലിയ ഭീകരമായ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വാ. നിന്റെ കുറ്റബോധങ്ങളെ ഇല്ലാതാക്കാൻ, നിന്റെ ഹൃദയത്തിന് സമാധാനം തരുവാൻ യേശു ഇന്ന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കടഭാരം മാറാൻ, എൻ്റെ മദ്യപാനം മാറാൻ, എൻ്റെ കുടുംബ പ്രശ്നം മാറാൻ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഉണ്ണാൻ കഴിയുന്നില്ല, സമൂഹത്തിന് മുമ്പിൽ എനിക്ക് മുഖമുയർത്തി നിൽപ്പാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ആവശ്യപ്പെടുന്നവരാരെങ്കിലും ഈ ശബ്ദപരിധികൾക്കുള്ളിലുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഇന്നലെ ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ ഇതുപോലെയുള്ള ചില സന്ദേശങ്ങൾ പറഞ്ഞപ്പോൾ സുനിൽ കുമാർ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഓടി വന്ന് എൻ്റെ കാൽക്കൽ വന്ന് വീണു. എന്നിട്ട് അദ്ദേഹം പറയാണ്, സാർ, എൻ്റെ ജീവിതം തകർന്നടിഞ്ഞു കിടക്കുകയാണ്. 12 വർഷം ഞാനൊരു മതമേഖലയിലെ ഒരു പുരോഹിതനായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞു. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എൻ്റെ കാലിൽ വീണ് കിടക്കുന്ന സഹോദരനെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയാൾ പൊട്ടി പൊട്ടി കരയുകയാണ്. കണ്ണീർ ചുള്ളികൾ ചാലുകളായിട്ട് അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങളിൽ കൂടെ ഒഴുകിയിറങ്ങുന്നു. എന്തായിരുന്നു അതിന് കാരണം? അയാൾ ഒരു പാപിയാണെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തു. സ്നേഹിത, ഇന്ന് രാത്രിയിൽ മതം മാറാനൊന്നും ഞങ്ങളിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് മതം മാറുന്ന മാർഗവുമല്ല. മനസ്സ് മാറാൻ കഴിഞ്ഞാൽ, മാനസാന്തരപ്പെടാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം അർത്ഥമുള്ളതായി തീരുകയാണ്. ഇനി എത്ര നാളിങ്ങനെ നീ മുമ്പോട്ട് പോകും? നിന്റെ ജീവിതം എന്താകും? ഗ്രഹപ്പിഴയാണ്, ജാതക പ്രശ്നമാണ്, എൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് നീ നിന്റെ ജീവിതത്തെ അടിച്ചമർത്തി വെക്കുമ്പോൾ, നിന്നെ അടിച്ചമർത്തി വിൽക്കുന്ന അടിമത്തത്തിന്റെ ചങ്ങലകളെ അടിച്ചു മാറ്റുവാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതെ, നിന്റെ ചങ്ങലകളെ അടിച്ചു മാറ്റുവാൻ, സ്വാതന്ത്ര്യമായി വിട്ടയക്കുവാൻ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, നിന്റെ കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച തരാൻ യേശു ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന കർത്താവേ, അധ്വാനിക്കുകയും ഭാരം ചുമക്കലായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് 2023 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് പാലസ്തീനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ വാക്യം ജനകോടികളെ ഏറ്റെടുത്തു. ഭൂമിയിൽ 5 വൻകരകളിലും അത് കത്തിപ്പടർന്നു. ഇന്നും ജനലക്ഷങ്ങൾ അനുദിനവും ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരികയാണ്. ഇന്നലെയും ഇന്ന് രാത്രിയുമായി ഇവിടെ പ്രതിധ്വനിക്കപ്പെട്ട ഈ സുവിശേഷത്തിന്റെ സന്ദേശ മുഖാന്തരം ഒരു കുടുംബമെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ
ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ മാറാനാഥ ഗോസ്പൽ വോയിസും IPA സംഘടനയും നടത്തിയ ഈ സുവിശേഷ യോഗം നിമിത്തം ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കാൻ വരും കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാനായിലെ വീടിന്റെ ദുരന്തങ്ങളും നാണക്കേടുകളും മാറ്റിയ കർത്താവ്, ഗലീലയുടെ മുഖഛായകൾക്ക് മാറ്റം വരുത്തിയ കർത്താവ്, ഭാരതത്തിന്റെ പ്രാകൃതമായ അനുഭവത്തിന്, കേരളത്തിന്റെ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തിയ കർത്താവ്, വ്യക്തികളുടെ ജീവിതത്തിന്, കുടുംബങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ അതവിടെ അങ്ങനെ ചെയ്യും. നീ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി മാറാനാഥ ഗോസ്പൽ വോയിസിനെ ശക്തിയോടുകൂടി നീ അവിടുന്ന് ഉപയോഗിക്കും. IPA ചില കുടുംബങ്ങൾ കടന്നു വരുവാനിടയാക്കും. എന്റെ മുമ്പിലിരിക്കുന്ന ദൈവജനങ്ങൾ സുവിശേഷത്തിന്റെ വിപ്ലവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു തീജ്വാലയായി കത്തിപ്പടരുവാൻ ഈ നാളുകളിൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ ആത്മാവ് സഹായിക്കുന്നതിനായിട്ട് നന്ദി. ഈ പ്രഭാഷണം ദേശത്തിന് അനുഗ്രഹമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ.